പാപച്ചേറ്റി കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കാൻ പിതാവാം ദൈവം ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു കയറാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ആ കയറെ പിടിക്കണം. എങ്ങനെ പിടിക്കാം? വിശ്വാസത്താൽ പിടിക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ ജോലി വിശ്വസിക്കുക മാത്രമല്ല. കൃപയാലല്ലോ നിങ്ങൾ, അതൊക്കെ ബൈബിളിലെ അടിസ്ഥാന വാക്യങ്ങളാണ്. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. എന്ത് മൂലമല്ല? പ്രവൃത്തി മൂലം അല്ല. നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം കറപരണ്ട തുണികൾ പോലെയാണ്. പക്ഷേ സൽപ്രവൃത്തികൾക്കായിട്ടല്ലോ നിങ്ങൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്ത് മൂലമല്ല? പ്രവൃത്തി മൂലമല്ല. കാരണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തു ഈ രക്ഷ സൗജന്യമാക്കിയത് അതിന് വിലയില്ലാത്തതുകൊണ്ടല്ല. ഇന്ന് സൗജന്യമായതുകൊണ്ടാണ് പലർക്കും അത് വേണ്ടാത്തത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോലെ. വചനം കൃത്യമായിട്ട് പറയുന്നത്, ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ എന്താക്കരുത്? ഗണ്യമാക്കാതെ പോകുക. എന്തുകൊണ്ടാണ്? ഈ കൃപയാണ് രക്ഷ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം. കൃപ എന്ന് പറയുന്നത് എന്താ? അർഹതയില്ലാത്തത് തരുന്നതാണ് കൃപ. കരുണയോ? അവൻ തൻ്റെ കരുണയുടെ മഹാധിക്യ നിമിത്തം തൻ്റെ കരുണയാൽ നമ്മുടെ മുൻകഴിഞ്ഞ പാവങ്ങളെ തൻ്റെ കരുണയിൽ പുറത്തു. എന്താ കരുണ? എന്താ? അർഹിക്കുന്നത് തരാത്തതിൻ്റെ പേരാ എന്ത്? കരുണ. അർഹിക്കാത്തത് കൃപ, അർഹിക്കുന്നത് ശിക്ഷയാണ്. അത് തന്നില്ല. ആ ശിക്ഷ ആരെ ഏറ്റെടുത്തു? കർത്താവ് ഏറ്റെടുത്തു. നമ്മൾ അർഹിച്ച ശിക്ഷ കർത്താവ് ക്രൂശിൽ ഏറ്റെടുത്തിട്ട് നമ്മൾ അർഹിക്കാത്ത രക്ഷ നമുക്ക് തന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? കൃപ. ക്രൂശ് അതിനെ സൗജന്യമാക്കിയത് വിലയില്ലാത്തതുകൊണ്ടല്ല. ആര് വില മുടക്കി? ബോണോഫർ എന്ന ജർമ്മൻ ദൈവശാസ്ത്രജ്ഞൻ പറയുന്നൊരു വാക്ക് പ്രസിദ്ധമാണ്. ഗ്രേസ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. കൃപ ഫ്രീയാ, പക്ഷെ എന്തല്ല? ചീപ്പല്ല, വില കുറഞ്ഞതല്ല. ജോയിലെ ഉറങ്ങരുത് മോനെ, ക്യാമറ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം എന്ത് ചെയ്തത്? രക്ഷിക്കപ്പെട്ടത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ചില ജോയിൽ എന്നോട് പിണങ്ങത്തില്ല. അതിനെ പിണങ്ങാത്തവരുടെ പേരെ ഞാൻ പറയത്തുള്ളൂ. തുമ്മയാത്തെറിക്കുന്ന മുക്കുകയാണെങ്കിൽ ഞാൻ പേര് പറയത്തില്ല. അതുപോലൊന്നും പിണങ്ങാത്തതുകൊണ്ടാണ് ജോയിലിൻ്റെ പേര് പറഞ്ഞ്. അപ്പോൾ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആ കൃപ. പക്ഷെ കൃപ ചീപ്പല്ല കേട്ടോ. രക്ഷ സൗജന്യമാണ്, പക്ഷെ അത് വില കുറഞ്ഞതാണോ? അല്ല. ഇന്ന് വലിയൊരു അപകടം പിടിച്ചൊരു കാര്യമുണ്ട്, ഗ്രേസ് എന്നൊക്കെ പറയുന്നൊരു കാര്യം. എക്സ്ട്രീം ഗ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എക്സ്ട്രീം ഗ്രേസുകാരെ കേട്ടിട്ടില്ലേ? എക്സ്ട്രീം ഗ്രേസ് അത് അല്പം അപകടകരമായ ഒരു ദൈവശാസ്ത്ര ചിന്തകളാണ്. പിള്ളേർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം, പ്രത്യേകിച്ച് യുവാക്കളെ അതൊത്തിരി ആകർഷിച്ചു. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലളിതമായിട്ട് പറഞ്ഞാൽ എൻ്റെ സിമ്പിളായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൃപയിലാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്താലും കൃപയിൽ നിന്ന് വീഴുകയല്ല, പിന്നെ എങ്ങോട്ട് വീഴുക? കൃപയിലോട്ട് വീഴുകയാണ്. അപ്പം കൃപയിലോട്ടായതുകൊണ്ട് കുഴപ്പമില്ല. കേൾക്കുമ്പോൾ ഇത് വലിയ രസമാണ്. കൃപയിലോട്ടാണ് വീഴുന്നത്. എന്തിന്നല്ല? കൃപയിൽ നിന്ന് അല്ല. അപ്പം എന്ത് ചെയ്യാം? പാപം ചെയ്യാം. പാപത്തെ അവർ വിളിക്കുന്നത് പാപമായിട്ടല്ല, ബലഹീനതയായിട്ടാണ്. ദൈവം നമ്മുടെ ബലഹീനതയ്ക്ക് എന്ത് ചെയ്യും? തുണ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പം പിള്ളേർക്കൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. പാപം ചെയ്യാമല്ലോ. അങ്ങനെ പോയ പലരുടെയും കുടുംബജീവിതം തകർന്നു എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. മദ്യപാനം തുടങ്ങിയവരെ എനിക്കറിയാം. വളരെ ഞെട്ടിപ്പോയി. ഈ ഗ്രേസ് പറഞ്ഞ് ഇപ്പം മുഴുക്കുടിയരായി പോയ, വൈകിട്ടിച്ചിരി അടിക്കാതെ ഉറങ്ങാൻ വയ്യാത്ത ഉപദേശന്മാരെ കുറിച്ച് കേട്ടു. കാരണം അവരെ പഠിപ്പിച്ച ആരോ പെതുക്കെ വൈനെ തുടങ്ങിയാൽ മതി. വൈനെ തുടങ്ങി ഇപ്പം വന്ന് ഇരിക്കുന്നത് ഡെയിലി ഈ സാധനം ഇല്ലാതെ ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറി. എന്താ കാര്യം? പെതുക്കെ ചെറിയ സുഷിരത്തിൽ കൂടെ വലിയ വെള്ളം കടന്ന് വള്ളം മുങ്ങുക. നമ്മൾ ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട്, വെള്ളത്തിലാണേലും വെള്ളം എവിടെ കയറല്ലേ? വള്ളത്തെ കയറല്ലേ? അതുകൊണ്ടാണ് വള്ളം പോകുമ്പം കൂടെ ഒരാൾ നിന്നിട്ട് വെള്ളം എന്തോ മാറും, ചെപ്പിക്കൊണ്ടിരിക്കും. കാരണം വെള്ളത്തിൽ കയറിയാൽ വള്ളം എവിടെ പോകും? വെള്ളത്തിൽ പോകും. വെള്ളത്തിൽ പോകത്തില്ലേ? ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കാം. ഒരിക്കലൊരു യൂത്ത് ക്യാമ്പ് നടക്കുക. അപ്പോൾ ആ യൂത്ത് ക്യാമ്പിൽ ചോദ്യോത്തര വേള വന്നു. മതിച്ചേട്ടാ, ചോദ്യോത്തര വേള വന്നപ്പോൾ ഇവർ ഭയങ്കര ഗായിങ്ങായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള നേതാവ് ആണ് ഉത്തരം പറയേണ്ടത്. പുള്ളി ഭയങ്കര ഭജന പണ്ഡിതനാണ്, പക്ഷെ പുള്ളി ഭയങ്കര ക്രൂക്കടായിരുന്നു. ഞാൻ ഒരാളെ വിധിക്കാൻ വേണ്ടി പറയല്ല, പുള്ളി ഭയങ്കര കൗശലം നിറഞ്ഞ ഒരാളായിരുന്നു.
പുള്ളി എന്തോ എന്നറിയാമോ, സമയമായപ്പോൾ അവിടുന്ന് സ്കൂട്ടായി. എന്നിട്ട് പപ്പായെ പിടിച്ച് അവിടെ ഇരുത്തിയ എൻ്റെ അപ്പായിക്ക് വലിയ വചന നിശ്ചയമൊന്നുമില്ല. പിന്നെ ആകെപ്പാടെ ഇച്ചിരി ഒരു കൃപയിൽ അങ്ങ് പോകുന്നു. ബൈബിൾ സ്കൂളൊന്നും പഠിച്ചിട്ടില്ല. ആകെപ്പാടെ പഠിച്ചിട്ടുള്ളത് തോട്ടവും റബ്ബറും എസ്റ്റേറ്റും പിന്നെ അങ്ങാടിക്കടയൊക്കെയാണ്. അതുകൊണ്ട് കാര്യമായ വലിയ തിയോളജി ഒന്നും അറിയില്ല. അപ്പോൾ ഇവരവിടെ പിടിച്ചിട്ടിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ്. അപ്പോൾ അതിനകത്ത് ഒരു പയ്യൻ എഴുന്നേറ്റ് ചോദിച്ചു, കൃപ നഷ്ടപ്പെടുമോ ചോദിച്ചു. അപ്പോൾ അപ്പ മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എനിക്കിതൊന്നും അറിയത്തില്ല, പക്ഷെ ഞാനൊരു വെളിപ്പാട് കാണുന്നുണ്ട്, നീ നഷ്ടപ്പെടുന്നു, സൂക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നു പ്രിയരെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താക്കോല് കൊണ്ട് ശുശ്രൂഷ കൊണ്ട് സഭയുടെ താക്കോല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പിണങ്ങി അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ ശുശ്രൂഷിക്കാതെ കൂലിപ്പണി ചെയ്യുക. വല്ല കാര്യമുണ്ടോ? എന്താ കാര്യം? കൃപയെ ഗൗരവമായി എടുത്തില്ല. കൃപയെ എന്ത് ചെയ്തില്ല? ഗൗരവമായി എടുത്തില്ല. കൃപ കുഞ്ഞു കളിക്കാനുള്ളതല്ല. കൃപ സൗജന്യ, പക്ഷെ അത് ചീപ്പല്ല കേട്ടോ. നമുക്ക് ഈ വിലയില്ലാതെ കിട്ടുന്ന പലതും എന്താ? ചീപ്പാ. അതുകൊണ്ടാണ് ഈ PG അങ്കിളും KP സാറൊക്കെ സുവിശേഷ പ്രതിയൊക്കെ വിൽക്കുന്ന സമയങ്ങളിൽ 50 പൈസ അതിന് മേടിക്കാൻ പറയാൻ. അതിന് വലിയ 10-500 രൂപയുള്ളതാണെങ്കിലും 5 രൂപ ആണെങ്കിലും 1 രൂപ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറയും? മേടിക്കാൻ പറയും. എന്തിനാ കാര്യം ചോദിച്ചാൽ, ചുമ്മാ കിട്ടുന്നതിന് പലപ്പോഴും എന്തില്ല? വിലയില്ല. ചുമ്മാ കിട്ടുന്നതിന് വിലയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഗൾഫുകാരൊന്നും കൊണ്ടുവരാത്തത്. ഗൾഫുകാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൾഫുകാരിപ്പോൾ ഒന്നും കൊണ്ടുവരത്തില്ല. കാരണം ഈ ഗൾഫുകാരെ കൊണ്ട് കൊടുക്കുമ്പം പറയും, എന്നെ അവൻ മഞ്ഞപ്പോൾ ഇതാ തന്നു, എന്തോ പാടുപെട്ട ഇത് കെട്ടിപ്പറക്കണം. ആകെപ്പൂടെ കൊണ്ടുവരാൻ കൊണ്ടിരുന്ന 23 കിലോ. ഇത് 2 എന്തെങ്കിലും ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഇത് 25 ആവും. പിന്നെ ഈ 2 കിലോ പറക്കി കളഞ്ഞ് ഇതെന്തോ പാടാന്നറിയത് കൊണ്ട് ഇത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്നെ അവൻ തന്നത് ഇതാ എന്ന് പറയുന്നവർ വലിയ സങ്കടമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണേ, ഗ്രേസ് ചീപ്പല്ല. പക്ഷെ കർത്താവ് ഇത് ലളിതമാക്കി, ഇത് സൗജന്യമാക്കി. എങ്ങനെ? ക്രിസ്തു വില മുടക്കി. എവിടെ? ക്രൂശി വില മുടക്കി. അങ്ങനെ വീണു എഴുന്നേറ്റ് നടന്നിട്ട് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടു. ഇനിയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കതെന്താണ്? ദൈവശക്തി. ഈ ക്രൂശിനെ നമ്മൾ സ്വീകരിക്കണം. ക്രൂശിനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവിടുന്ന് എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അപ്പോൾ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക ചെറിയൊരു കാര്യമല്ല. വിശ്വാസത്താലാണ് ഈ രക്ഷ. വിശ്വസിച്ച് നീതീകരണം, വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ പ്രാപിക്കുന്ന രക്ഷ, വിശ്വാസത്താൽ പ്രാപിക്കുന്ന നിത്യജീവൻ. ഇത് ആരെ വിശ്വസിക്കണം? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനതി, ആ ദിവസം വരെ എന്നെ കാക്കാൻ ശക്തൻ. കർത്താവ് യേശുവിൽ വിശ്വസിക്കണം. എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ, വിശ്വസിക്കേണ്ടവനിൽ വിശ്വസിക്കണം, വിശ്വസിക്കേണ്ടതിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് നിത്യരക്ഷ കരസ്ഥമാക്കുമ്പോൾ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കത് എന്താണ്? ദൈവശക്തിയാണ്. ഈ രാത്രി നമുക്ക് ക്രൂശിൻ്റെ വചനങ്ങളെ ഒന്ന് ധ്യാനിക്കാം. 7 മൊഴികളാണ് കർത്താവ് ക്രൂശി പറയുക. 7 മൊഴികളാണ്. നമ്മുടെ ഓരോ യോഗങ്ങളും ക്രൂശിതരിലേക്കുള്ളൊരു യാത്രയാണ്. നമ്മളെപ്പറ്റിയുള്ള ദൈവോദ്ദേശം എന്താ? ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. 2, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി തീരണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരായി തീരാൻ വേണ്ടിയുള്ള ഒരു ജേർണിയാണ് നമ്മുടെ എല്ലാം ജേർണി. ആ ജേർണിയിലാണ് നമ്മളെ യോഗങ്ങളും വചന സന്ദേശങ്ങളൊക്കെ നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ അനുകൂലമല്ലാത്ത അനുരൂപമല്ലാത്തതെല്ലാം ചെത്തിക്കളയാൻ തൻ്റെ വചനം ജീവനും ചൈതന്യവും വരുത്തുന്നു. ഇരുവായ്ത്തളയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, അത് വനങ്ങളെ തോലിരിക്കുന്നതാണ്. അത്ര ശക്തമായ ദൈവവചനത്തിൻ്റെ കേൾവി എന്തിനാ? ഒറ്റ കാര്യത്തിനാ, നമുക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടണം. അപ്പം ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സഭയുള്ള ബന്ധമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. വിവാഹത്തിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു രൂപകമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുക, കർത്താവ് പറയുന്നുണ്ട്, മണവാളൻ്റെ മണവാട്ടിയെക്കുറിച്ച് പറയുന്നു, മണവാളൻ ആർക്ക് തുല്യനാ? ക്രിസ്തുവിന് തുല്യൻ. മണവാട്ടി ആർക്ക് തുല്യൻ? മണവാട്ടി ആർക്ക് തുല്യൻ? സഭയ്ക്ക് തുല്യൻ. അതുകൊണ്ടാണ് പട്ടത്തെ സഭകളിൽ കിരീടം വാഴ്വ് നടത്തുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. മണവാളൻ്റെ തലയിലോട്ട് കിരീടം വെച്ചിട്ട് അച്ഛൻ പാടും. നമുക്ക് വലിയ സന്തോഷമാണ്. പാടുന്നത് എങ്ങനെയാണ്? മണവാളൻ തൻ മകുടം തിരുമുൾ മുടിയോട് സദൃശ്യം. മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം. കാരണം മണവാളൻ ക്രിസ്തുവിന് പ്രതീകമാണ്. മുൾമുക്കുരിടം ചൂടിയ
ഒരു മനുഷ്യന് ക്രിസ്തുവിന് തുല്യനാണ് മണവാളൻ. മണവാളനെ ഇരുത്തുന്നത് എവിടാണെന്നറിയാമോ? അവൻ്റെ വലത്തു ഭാഗത്ത് രാജ്ഞി എങ്ങനെ ഇരിക്കുന്നു? ഓഫീർ തങ്കം അണിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇരുത്തുക. ഇപ്പോഴൊന്ന് നോക്കിയോ, സഹോദരന്മാരിയ്ക്കുന്ന എവിടാ? അവരുടെ വലത്താണ് ആരിയ്ക്കുക? സഹോദരി. മിക്ക പള്ളിയിലും പൊക്കോ, നമ്മുടെ പള്ളി സൗകര്യാർത്ഥത്തെ അപ്പുറത്തിരുത്തിയെന്നേ ഉള്ളൂ. എല്ലാ പള്ളിയിലും നോക്കിക്കോണം, സഹോദരന്മാരിയ്ക്കുന്നതിൻ്റെ വലത്താണ് ആരിയ്ക്കുക? സഹോദരന്മാർ. എന്തിനാ അങ്ങനെ ഇരുത്തിയിരിക്കുക? ഒരു സഭാശാസ്ത്രമുണ്ട്. ഓരോ യോഗവും ഒരു കല്യാണ വിരുന്നാണ്. ആ വിരുന്നിൽ വിളമ്പപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം വരിക്കുമ്പോൾ മണവാട്ടിയുടെ പ്രതീകം 45-ാം സങ്കീർത്തനം ആവർത്തിച്ചുകൊണ്ട് ഒരു കല്യാണ വിരുന്നിൽ ഇരുത്തുന്ന പ്രതീകത്തിലാണ് മണവാളനെ. അങ്ങനെയാണ് പള്ളികളിലൊക്കെ ഇരുത്തുക. ആണോ? ഞാൻ ശരിയാണോ പറഞ്ഞ്? ഈ ന്യൂജൻ ചർച്ചുകളിലൊക്കെ ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ചൂയിക്കാൻ ചവച്ചുകൊണ്ടിരുന്നാലും പള്ളിയിലൊന്നും അതിപ്പോഴും ഒക്കത്തില്ല. ഒക്കോ ഇല്ല. എങ്ങനെ ഇരിക്കുക? ഞാൻ പറഞ്ഞ പോലെയാണ് ഇരിക്കുക. എന്തിനാ അങ്ങനെ ഇരുത്തുക? ഇതിനാണ്. കാരണം ഓരോ യോഗവും എന്താണ്? ഒരു കല്യാണ വിരുന്നാണ്, വചനത്തിൻ്റെ വിരുന്നാണ്. വചനത്തിൻ്റെ വിരുന്നാണ് നമുക്ക് വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ പ്രിയരേ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ആ യാത്രയിൽ നമ്മൾ പോകുമ്പോൾ ഒന്നാമത്തെ ക്രൂശിൻ്റെ വചനം പറയുകയാണ്. ലൂക്കോസ് 23:34 കാണാതറിയാം എല്ലാവർക്കും. ലൂക്കോസ് 23:34 എന്താ? ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. എല്ലാവരും പറഞ്ഞേ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കതെന്താണ്? ദൈവശക്തിയാ. പിതാവെ പ്രാർത്ഥിക്കുന്നു, ദൈവമേ പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. അപ്പോൾ ഒന്നാമത്തെ വചനം ക്രൂശിൻ്റെ വചനം, ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞ വചനങ്ങൾ. ഒന്ന്, ക്ഷമയുടെ ഒരു വചനമാണ്. ക്ഷമ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഉൾക്കരുത്തുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ ആർക്കും ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പച്ചയ്ക്ക് അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് പറയാൻ പാടാ, അതിന് ഞാൻ ഇച്ചിരി പൂശിയിട്ട് വരട്ടെ. പൂശിയിട്ട് വരുമ്പോൾ രണ്ട് പറയാൻ ഇച്ചിരി ധൈര്യം കിട്ടും. പൂശിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ധൈര്യം അഡ്രിനാൽ ഗ്രന്ഥി ഒന്ന് ഉണർത്തപ്പെടും. അഡ്രിനാൽ ഗ്രന്ഥി ഉണർത്തപ്പെടുമ്പോൾ ഒരു ധൈര്യവും ഒരു ശക്തിയും ഒക്കെ തോന്നും. അതിനാണ് ഈ കുടിച്ചു കഴിഞ്ഞാൽ വല്ലതൊക്കെ വിളിച്ച് പറയും. അല്ലാത്തപ്പം നമ്മൾ പറയത്തില്ലേ, അവൻ്റെ വായി നാക്കൊണ്ടോ നോക്കണമെന്ന്. വായി നാക്കൊണ്ടൊന്നും മിണ്ടത്തില്ല, കാരണം കുടിച്ചു കഴിഞ്ഞാലേ പറയത്തുള്ളൂ. എൻ്റെ പൊന്നു പ്രിയരെ, ഇവർ ചെയ്തത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണം. ഈ മനുഷ്യർ ഒത്തിരി തെറ്റിദ്ധാരണകൾക്ക് പെടുന്നവരാണ്. നമ്മൾ വേഗത്തിൽ വിധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറയാം. നിങ്ങൾ അന്യനെ എന്ത് ചെയ്യാൻ പോകരുത്? വിധിക്കരുത്. വിധിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അന്യനെ എന്ത് ചെയ്യരുത്? പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ വേഗത്തിൽ വിധിക്കുന്നവരാണ്. വേഗത്തിലാണ് നമ്മൾ വിധിക്കുക. രസകരമായ ഒരു കാര്യം, ആ സഹോദരൻ തന്നെ, സഹൃദയനായ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അച്ചായൻ. ആ അച്ചായൻ തൻ്റെ സംഭാഷണത്തിൽ എപ്പോഴും തൻ്റെ വീട്ടിൽ വരുന്ന പ്രിയപ്പെട്ട വേറെ രാജ്യത്താ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എപ്പോഴും പ്രിൻസ് മാസ്റ്ററെക്കുറിച്ച് പറയും. പുള്ളി വലിയ സുഹൃത്താണ്, വീട്ടിൽ വന്ന് എപ്പോഴും താമസിക്കുന്ന ആളാണ്. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും മിക്ക സംഭാഷണത്തിലും പ്രിൻസ് മാസ്റ്ററെക്കുറിച്ച് പറയും. അതുപോലെ പുള്ളിയുടെ പല സംഭാഷണത്തിലും ഇദ്ദേഹത്തോട് ബ്ലെസ്സി സിസ്റ്ററെക്കുറിച്ച് പറയും. അങ്ങനെ പുള്ളിക്കറിയാം, ഒരു പ്രിൻസ് മാസ്റ്ററെ കേട്ടിട്ടുണ്ട്, പിന്നെ ബ്ലെസ്സി സിസ്റ്ററേയും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രിൻസ് മാസ്റ്ററും ബ്ലെസ്സി സിസ്റ്ററും ഭാര്യയും ഭർത്താവാന്ന് ഈ പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പ്രിൻസ് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, ബ്ലെസ്സി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ഇദ്ദേഹം കൂടെ ഇത് നടന്ന സംഭവമാണ്. ഞങ്ങൾ ആ രാജ്യത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തോട് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, പ്രിൻസ് മാസ്റ്റർ വന്നിട്ടുണ്ടെന്ന്. പുള്ളി പറഞ്ഞു, എനിക്കൊന്ന് കാണും. കുറേ കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ബ്ലെസ്സി സിസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാരോട് കൂടെ വന്നേ? പ്രിൻസ് മാസ്റ്റർ കൂടെ വന്ന് പറഞ്ഞു. അവരിപ്പോൾ എവിടെയുണ്ട്? അത് പുള്ളിയുടെ ഒരു കസിൻ ഇവിടെ ഉണ്ട്, സജിയുടെ കൂടെ താമസിക്കുന്നത്. അവരൊന്നിച്ചാണോ? ഒന്നിച്ചാണ് താമസിക്കുന്നത്. പുള്ളി 2 ദിവസം ഉറങ്ങിയില്ല. പുള്ളി ചിന്തിച്ചത്, ഈ പ്രിൻസ് മാസ്റ്റർ എന്തോ മനുഷ്യനാണ്. ഇൻ്റർനാഷണൽ ട്രാവലിന് പോയിട്ട് ഒരു ബ്ലെസ്സിയും കൊണ്ട് വന്നിട്ട് അത് ഒന്നിച്ച് താമസിക്കുക. പുള്ളിക്ക് ഉറക്കം വരാതെ കിടന്ന് അർദ്ധരാത്രി ഇവരെ വിളിച്ചുണർത്തി. അതെന്തോ പണിയായി പുള്ളി ചെയ്തത്? പുള്ളി ചോദിച്ചാൽ എന്തോ പണി? ബ്ലെസ്സിയും പ്രിൻസും കൂടെ ഒന്നിച്ചാ മുറി അവിടെ താമസിക്കുന്നത്. എടോ മനുഷ്യൻ, അതായുടെ ഭാര്യ. ഇത് പറയുന്ന വരെ ഈ പുള്ളിക്ക് ഉറക്കമില്ലായിരുന്നു. പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ, ഞാൻ തെറ്റിദ്ധരിച്ചു. നമ്മളെന്ത് വേഗത്തിലേ മനുഷ്യരെ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ നമ്മൾ പലതും തെറ്റിദ്ധാരണയാണ്. പല കാര്യങ്ങളും നമ്മൾ എന്തു ചെയ്യും? വേഗത്തിൽ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുക, കേൾപ്പാൻ വേഗതയും പറയാൻ താമസം. ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. ആ കഥ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു കഥയാണ്.
നമുക്കറിയാം ട്രെയിൻ പോവുക, ഈ ട്രെയിനിൽ സ്ഥിര യാത്രക്കാരുണ്ട്. പ്രത്യേകിച്ചൊരു ട്രെയിന് ചെറുക്കെങ്കിലുമൊക്കെ ഓർമ്മ വരും. കേരളത്തിൽ സ്ഥിരമായിട്ട് യാത്രക്കാർ പോകുന്ന ട്രെയിൻ ഉണ്ടായിരുന്നു, വഞ്ചിനാട് എറണാകുളത്ത് നിന്ന് കയറും അല്ലേ, ഓഫീസിൽ പോകേണ്ടവരെ കയറും. തിരുവനന്തപുരം മുതൽ എറണാകുളം ഇങ്ങനെ വഞ്ചിനാട് എക്സ്പ്രസ്. ഈ സ്ഥിരം പോകുന്ന യാത്രക്കാരുണ്ട്. അവിടുത്തെ 90% യാത്രക്കാരും സ്ഥിരം യാത്രക്കാർ. ഈ സ്ഥിരം യാത്രക്കാർ സ്ഥിരം പോകിയിലേ കയറത്തുള്ളൂ. അവർക്ക് കൂട്ടുകാർ കാണും, ചില പച്ചക്കറി അരിയും, ചില വീട്ടിലെ കാര്യങ്ങൾ നോക്കും, ചില പെൺകുട്ടികളുടെ കാര്യം പറയും, ചെയ്യാനുള്ള നോട്ട് ചെയ്യും, പിള്ളേരുടെ ഹോംവർക്ക് എല്ലാം ബഹളമാണ്. അത് സ്ഥിരം അവർക്ക് പരിചയക്കാരാണ്, അധികം ആരും കാണത്തില്ല, അപരിചിതർ. അങ്ങനെ ഒരു യാത്ര, ഒരു ട്രെയിൻ, ആ ട്രെയിൻ സ്ഥിരം പോകുന്ന സമയം 90% ആളുകളും ആ യാത്രക്കാർ സ്ഥിര യാത്രക്കാരാണ്. അവരതെല്ലാം തമ്മിൽ പരിചയമുള്ളവരാണ്. അങ്ങനെ ആ ട്രെയിൻ നിറഞ്ഞ് സ്ഥിര യാത്രക്കാരുമായിട്ട് പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരച്ഛൻ, ഒരു പിതാവ് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി. ആ 3 കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളാണ്. കയറി. ഇളയ കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട് തോളിക്കിടന്ന്. പക്ഷേ ഈ അച്ഛൻ ആ കുഞ്ഞിനെ ഒന്ന് തട്ടുകയോ ഒന്ന് ആശ്വസിപ്പിക്കുകയോ കരയാതിരിക്കാൻ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ ശാന്തഗംഭീരമായ വലിയ ഉദ്യോഗസ്ഥർ, സ്ഥിര യാത്രക്കാർ, ജോലി ചെയ്യുന്നവർ, നല്ല കമ്പനി ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യുന്ന ട്രെയിൻ ശബ്ദമുഖരിതമായി കൊച്ചിൻ്റെ കരച്ചിൽ കൊണ്ട്. പക്ഷേ ഈ 3 കൊച്ചുങ്ങളും വല്ലാതെ ഇറിറ്റേറ്റഡാണ്. ഒരു കൊച്ചു ഓടി വന്നിട്ട് എന്തോ എന്നറിയാമോ, അവിടെ ഇരുന്നൊരു മനുഷ്യൻ്റെ മടിയിലോട്ട് കയറി അങ്ങിരുന്നു. അയാളോടൊന്നും ചോദിക്കാതെ അയാളുടെ മുറിയിൽ കയറി. വേറൊരു മനുഷ്യൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അവിടെ അങ്ങ് സ്ഥലമില്ലെന്ന് കണ്ടപ്പോൾ ആ മൂത്ത കൊച്ചിങ്ങോട്ട് വന്നിട്ട് ഈ പത്രം തട്ടിപ്പറിച്ചിട്ട് നിലത്തോട്ടിട്ട് അവിടുത്തെ കയറി അങ്ങിരുന്നു. ആൾക്കാരെല്ലാം വല്ലാതെ അസ്വസ്ഥരായി. ഇവരെന്തായി കാണിക്കുക? ഈ കൊച്ചിൻ്റെ കരച്ചിൽ. ഈ മനുഷ്യൻ ആ കൊച്ചിനെ ഒന്നും തട്ടുന്നു പോലും ഇല്ല, അതിനെ ഒന്നും ഉറക്കുന്നില്ല, അതിനെ രാരാരി പാടുന്നില്ല, അതിനൊന്ന് താരാട്ട് പാടി കൊടുക്കുന്നു. ഇളെന്തൊരു മനുഷ്യന് മറ്റുള്ള മനുഷ്യർക്ക് എന്തുമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുക. ഒന്നും ഓർക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പ്രസംഗം തുടങ്ങി. എടോ, പിള്ളേരെ ജനിപ്പിച്ചാൽ പോരാ, വളർത്താൻ കൂടെ പഠിക്കണം. ഇങ്ങനെയാണോ വളർത്തുന്നത്? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ആരോട് ചോദിച്ചിട്ട് എൻ്റെ മടി കയറിയിരുന്നേ? ആരോട് ചോദിച്ചിട്ട് തൻ്റെ കൊച്ച് എൻ്റെ പത്രം തട്ടിപ്പറിച്ചത്? ഈ കൊച്ച് കിടന്ന് ഇങ്ങനെ വല്യമായി കരയുമ്പോൾ അതിനെ ഒന്ന് അനുനയിപ്പിക്കാനെങ്കിലും താൻ ശ്രമിക്കേണ്ട. മറ്റുള്ളവർക്ക് എന്തുമാത്രം ന്യൂസൻസ് ഉണ്ടോ? ഒരാൾ പ്രസംഗിച്ചപ്പോൾ മറ്റാളും എടുത്തു. ഞാൻ എൻ്റെ മക്കളെ ചൊൽപ്പടിക്കാണ് വളർത്തുന്നത്, നിങ്ങൾ വീട്ടിലോട്ട് വന്ന് നോക്ക് എൻ്റെ പിള്ളേരെ ഞാൻ എങ്ങനെയാണ് വളർത്തുന്നത്. വേറെക്കും ഞാൻ പറയുന്നിടത്ത് ഇപ്പോഴും കെട്ടിച്ച് വിട്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒറ്റ അടി വെച്ച് കൊടുത്തു. അവനെ, അതും ചെവുക്കലിന്. എന്നോ ഗമേല പറയുന്നറിയാം, ചുമ്മാ താന്നിലും അങ്ങ് പറയല്ലേ, ചെവുക്കലിനാണ് ഞാൻ അടിച്ചത്, മിണ്ടത്തില്ല എൻ്റെ നേരെ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രസംഗമാണ്. കുറേ നേരം എല്ലാവരും ഇങ്ങനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു വാക്ക്. ഞാൻ അയാളുടെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഞാൻ പിള്ളേരെ ചിട്ടയ്ക്ക് വളർത്തിയ ഒരാളാണ്. ഒരു മണിക്കൂർ മുമ്പ് വരെ ഈ കൊച്ചുങ്ങളും ചിട്ടയുള്ള മക്കളായിരുന്നു. ഞങ്ങൾ 5 പേരടങ്ങുന്ന സംഘം, ഞാനും 3 മക്കളും ഭാര്യയും കൂടെ കാറിൽ യാത്ര ചെയ്ത് വരുന്ന വഴിക്ക് ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് വന്ന് വണ്ടിയിലിടിച്ചു. തൽക്ഷണം ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മ മരിച്ചു. ആംബുലൻസ് വന്ന് അമ്മയുടെ ശരീരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലോട്ട് ഞാൻ പിള്ളേരുമായിട്ട് പോവുകയാണ്. അവരിത്രയൊക്കെ കാണിച്ചില്ലെങ്കിൽ പിന്നെ അവർ പിള്ളേരാണ്. ഇത്രയൊക്കെ കാണിച്ചില്ലെങ്കിൽ അവർ പിള്ളേരാണ്. ഇതറിയാതാണ് അവർ പ്രസംഗിക്കുക. പലപ്പോഴും നമ്മൾ എന്തറിഞ്ഞിട്ടാണ്? ഇവിടെയാണ് ക്രൂശിൻ്റെ വചനം. എന്താ ക്രൂശിൻ്റെ വചനം? പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഇവർ ചെയ്തത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ക്രൂശിൻ്റെ ശക്തി ക്ഷമിക്കുന്ന ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിനോടെത്താൻ നമുക്കിനി എത്ര ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കും? ഓരോ യോഗവും നമ്മളെ അടുപ്പിക്കേണ്ടത് ക്രൂശിതനിലേക്കുള്ള ദൂരം കുറയ്ക്കുക. ഇന്ന് രാത്രിയിലും ക്രൂശിതനിലേക്കുള്ള ദൂരം കുറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരമുയർത്തി പ്രാർത്ഥിച്ചേ. വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും എന്തുമാത്രം നമ്മൾ ഈ ക്ഷമയുടെ ലോകത്താണ് മനുഷ്യരുടെ ഒരു പ്രശ്നം. അവർക്ക് പ്രകൃതി പോലും നമ്മളെ ഈ ക്ഷമയാണ് പഠിപ്പിക്കുക. പ്രകൃതിക്കൊരു സമയമുണ്ട്. അതിനു മുമ്പ് ധൃതി വെച്ചാൽ ശരിയാകുമോ? ഇല്ല. മാർച്ച്, ഏപ്രിൽ, മെയ് അവസാനം വരെ, മാർച്ച്, ഏപ്രിൽ, മെയ് കാലാവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായി വ്യത്യാസം വന്നിപ്പം പ്രകൃതി മുഴുവൻ താളം തെറ്റുകയാണ്. അത് പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടാണ്. സ്വാഭാവിക പ്രകൃതിയിൽ മാർച്ച്, ഏപ്രിൽ, മെയ് എന്തായിരിക്കും? പറഞ്ഞു, ആയിരിക്കുമോ? ആണേ. അപ്പം മലയാളി പറയും, എന്താ പറയും? നല്ല ചൂടെന്നോ? പിന്നെ ഒടുക്കത്തെ ചൂടാ, മുടിഞ്ഞ ചൂടാ, എന്തോ ചൂടാ.
ഇത് കേൾക്കുന്ന ഉടനെ അന്നേരം മഴ പെയ്യുമോ? ഇല്ല. ജൂൺ മാസത്തിലേ മഴ പെയ്യത്തുള്ളൂ. ജൂൺ മാസത്തിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും അളിഞ്ഞ മഴയാണ്, അളിഞ്ഞ മഴയാണ്. അതുകൊണ്ടുള്ള മഴ അങ്ങ് നിൽക്കുമോ? ഇല്ല. പ്രകൃതി ശാന്തമാണ്. മാർച്ചിൽ തൊട്ട് മധ്യവേനൽ, മെയ് ആയപ്പോഴത്തേന്, ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേന് കൊട്ടും ചൂട്, ചൂടായപ്പോഴത്തേന് മഴ, ഇടയ്ക്ക് പിന്നെ വേനൽ മഴ. പ്രകൃതിക്കൊരു താളമുണ്ട്. പ്രകൃതി അതിൻ്റെ താളത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചേന കൊണ്ട കുഴിച്ചിട്ടു, രാവിലെയും വൈകിട്ടും ചേനയായോ എന്ന് പൊക്കി നോക്കിയാലോ ചേന അളിഞ്ഞു പോകത്തില്ലേ? കാത്തിരിക്കണം, ചെറിയ നാമ്പ് വരും, പിന്നെ പതുക്കെ 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 ഓരോന്നിനും സമയമുണ്ട്. ഈ സമയം നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ്, കാത്തിരിപ്പാണ്. കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ക്ഷമ കിട്ടത്തുള്ളൂ, അല്ലേ? പക്ഷേ ഇന്നിൻ്റെ ലോകത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാം പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ലോകമാണ്. ഇൻസ്റ്റൻറ്റ് ലോകത്തിൽ മനുഷ്യർക്ക് ക്ഷമയില്ലാത്തവരായി വളരുക. മക്കളുടെയൊക്കെ പ്രശ്നം അതാണ്. ചോദിക്കുന്ന എന്തും കേട്ടു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഒത്തിരി പ്രായത്തിന് മുമ്പൊന്നും അല്ലെങ്കിലും എൻ്റെ പ്രായത്തിൽ ഞാൻ 8ാം ക്ലാസ് തൊട്ട് കെഞ്ചി ഒരു തോൽ ചെരുപ്പിന്, കോമാഡീസ് എന്ന് പറഞ്ഞൊരു ചെരുപ്പ്, ബാറ്റായി കിട്ടുന്ന 99 രൂപ 99 പൈസ. പക്ഷേ എനിക്ക് കിട്ടിയത് 10ാം ക്ലാസ് ആയപ്പോഴാണ്. അതുവരെ ഞാൻ ഇട്ടുകൊണ്ട് നല്ല, എൻ്റെ അപ്പാടിയൊക്കെ ഫോട്ടോയുണ്ട്, ബെൽറ്റ് ഇട്ട് ഇൻ ചെയ്ത് ഫുൾ കൈ ഷർട്ട് വിട്ട് ചപ്പലിട്ടുകൊണ്ട് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഒക്കോ? ബെൽറ്റ് ഇട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് എന്തോ ഇട്ടുകൊണ്ടാണ് പോകുന്നേ? ചപ്പൽ. ആ ചപ്പൽ എന്തോ ചെയ്യുമെന്നറിയാം? കല്യാണമൊക്കെ വന്നാൽ ചപ്പൽ ഉരച്ച് തേച്ച് കഴുകും. ആറ്റിലൊക്കെ കൊണ്ടുപോയി ആ ചപ്പൽ ഉരച്ച് തേച്ച് കഴുകുക. ഇന്ന് ചപ്പൽ ഉരച്ച് തേച്ച് കഴുകുകയാണെങ്കിൽ പിള്ളേർ പറയും OCD, മാനസിക രോഗമാണ്, വൃത്തി കൂടുതല. OCD അറിയത്തില്ലേ? ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അമ്മ ചെരുപ്പ് തേച്ച് കഴുകുകയാണ്. അന്ന് ഏറ്റവും വലിയ കല്യാണത്തിന് പോകുന്ന പോലും എന്തിട്ടോണ്ടാ? ചപ്പലിട്ടോണ്ട. എന്നെ കല്യാണമൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തേച്ച് കഴുകി. അതിൻ്റെ വള്ളി പൊട്ടിപ്പോയപ്പോൾ നമുക്ക് സന്തോഷമായി, പുതിയ ചെരുപ്പ് കിട്ടും. പക്ഷെ വൈകിട്ട് വന്നപ്പോൾ അച്ചായൻ 2 പാര കൊണ്ട വള്ളി മേടിച്ചുകൊണ്ട് വന്നു. ആ വള്ളി എന്തോ ഇട്ട് കയറ്റി, വെളിച്ചെണ്ണ ഇട്ട് മുക്കി, വെളിച്ചെണ്ണ ഇട്ട് പാര കൊണ്ട വള്ളി കയറ്റിയിട്ടുള്ളവരൊന്ന് കൈപൊക്കാവും. കണ്ട് കൈപൊക്കി. കൊച്ചുങ്ങൾ കണ്ടേ, വെളിച്ചെണ്ണ ഇട്ട് പാര കൊണ്ട വള്ളി കയറ്റി. കണ്ടോ? പാര കൊണ്ട്. അന്നേരവും എന്തോ കിട്ടിയില്ല, ചെരുപ്പ് കിട്ടിയില്ല. കൊതിച്ചൊരു ചെരുപ്പ് മേടിച്ചാൽ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ എന്തോ വെക്കും? റബ്ബറിൻ്റെ സോൾ വെക്കും. കണ്ടിട്ടുണ്ടോ? ടയറിൻ്റെ എന്തോ വെക്കും? സോൾ വെക്കും. എന്തിനാ? അടുത്ത കാലത്തൊന്നും ഈ ചെരുപ്പ് എന്ത് ചെയ്യരുത്? പോകരുത്. ഇന്ന് പിള്ളേർക്ക് പോകണമെന്ന് കണ്ടാൽ അവർ ചെയ്യുന്നത് വെള്ളത്തിൽ കൂടെ മുഴുവൻ നടക്കും. കാരണം ഇത് പോയാലേ എന്ത് കിട്ടത്തുള്ളൂ? പുതിയത് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൻ്റെ വള്ളി ഒന്ന് പൊട്ടിപ്പോയാൽ എവിടെ കൊണ്ടുപോകും? ചെരുപ്പ് കുത്തിയുടെ അടുക്കൽ കൊണ്ടുപോകും. ഇത് ഊരിക്കൊടുത്തിട്ട് ഇന്ന് നാട്ടിൽ കാണാത്ത ഒരു വർഗമാണ് ആര്? ചെരുപ്പ് കുത്തി. കാരണം ആരും ചെരുപ്പ് തുന്നി തയ്ക്കാറില്ല. കാരണം അവർക്ക് വേണ്ടത്, അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യർക്ക് ക്ഷമയില്ലാത്ത ലോകം, പെട്ടെന്ന് കിട്ടുന്ന ഒരു ലോകം. ഇവിടെയാണ് ക്രൂശിൻ്റെ വചനം അന്വർത്ഥമാകുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്ക് എന്താണ്? ദൈവശക്തി. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം. ദൈവമേ, ക്രൂശിൻ്റെ വചനം എന്താണ്? ഇവർ ചെയ്തത് എന്തെന്നറിയാകിയാൽ ഇവരോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. ക്ഷമയുടെ, സഹനത്തിൻ്റെ ഒരു ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി. അവിടെയാണ് നമ്മൾ ക്രൂശിനോട് അടുക്കുക. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മനുഷ്യർക്കെല്ലാം ക്ഷമ കുറയുകയാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏറ്റവും ചിരിച്ചിരിച്ച് ഇടപാട് തെറ്റിപ്പോയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം സൗമ്യതയെക്കുറിച്ചും ശാന്തതയോടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മൈക്കിൻ്റെ ശബ്ദം ഒന്ന് കൂടുകയും കുറയുകയും ചെയ്തു. പുള്ളി അവനോട് പറഞ്ഞ്, നീ ഒന്നീ മര്യാദയ്ക്കിരിക്കുക, നിൻ്റെ കൈ എവിടെ ഇരിക്കുന്നേ? നിനക്ക് അടങ്ങിയിരിക്കുന്നുണ്ടോ? നീ എന്താ ഓർത്തേക്കുന്നേ? കുറേ നേരം പറഞ്ഞിട്ട് പുള്ളി വീണ്ടും തുടർന്നു, ശാന്തത എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം പൊട്ടരാ, ഈ ഇരിക്കുന്ന മനുഷ്യർ വെറും പൊട്ടരാ. അപ്പോൾ ഇതിനിടയ്ക്കാണ് മൈക്കുകാരനെ വഴക്ക് പറഞ്ഞത്. എൻ്റെ പൊന്നു പ്രിയരെ, കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയാം. ദൈവമേ, എനിക്ക് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടും നമുക്കതെന്താണ്? ദൈവശക്തി. ഇന്ന് രാത്രി കുറച്ചുകൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിനോടുള്ള ദൂരം കുറയുമ്പോൾ ക്ഷമിക്കുന്ന ലോകത്തേക്ക് കയറുകയാണ്. പിതാവേ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം, തെറ്റുധാരണകളൊക്കെ ഉണ്ടാകാം, എവിടെ ക്ഷമിക്കണം? ക്ഷമ ദൈവികമാണ്. എന്നാൽ ക്ഷമിക്കേണ്ടത് നമ്മളാണ്. ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ മുൻകഴിഞ്ഞ പുറമയിൽ ക്ഷമിച്ചു എന്ന കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം.
കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാനും ക്രൂശുമായിട്ടുള്ള അകലം ഒന്ന് കുറച്ച് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി കുറച്ചുകൂടെ ക്ഷമിക്കാനുള്ള കൃപ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കതെന്താണ്? ദൈവശക്തിയാണ്. ക്ഷമിക്കാതിരിക്കാൻ വലിയ ശക്തി വേണ്ട, പക്ഷെ ക്ഷമിക്കാൻ ഒത്തിരി ശക്തി വേണം. ദൈവമേ, പലപ്പോഴും കോപം എന്നെ കീഴടക്കുന്നുണ്ട്. വല്ലാതെ മനുഷ്യരാരും ക്ഷമിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തിനാ ഈ മനുഷ്യരൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുക? 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ യൂറോപ്പിനെ ഏറ്റവും പിടിച്ചു കുലുക്കിയ യുദ്ധം ഏതാ? റഷ്യ ഉക്രൈൻ യുദ്ധം അല്ലേ? റഷ്യ ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തിയാണ്. പക്ഷെ ഇന്നും ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടുമില്ല. ഉക്രൈൻ പിടിച്ചടിച്ച് നിൽക്കുകയാണ്. പക്ഷെ സംഭവിച്ച മുറിവെന്താ? ഇവരാര് ജയിച്ചു, ആര് തോറ്റു? യുദ്ധത്തിൽ ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല, ഇതുവരെയും തോറ്റില്ല. ഇപ്പോഴും യുദ്ധം നടക്കുക, റഷ്യ ഉക്രൈൻ യുദ്ധം. ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ സംഭവിച്ചു. പക്ഷെ കുഴപ്പമുണ്ടായത് 3000 കോളേജുകൾ പൂട്ടി. 3000 കോളേജുകൾ പൂട്ടിയപ്പോൾ ഇവിടുന്ന് 1000 സ്വപ്നം കണ്ടുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോയവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു? തിരിച്ചു വരേണ്ടി വന്നു. അവരുടെ സ്വപ്നങ്ങൾ ആരും ഇനിയും പൂവണിയിക്കും. എത്ര ലക്ഷം രൂപ കടക്കണിയിലായി. ഈ സ്വപ്നങ്ങൾ ആരും ഓർക്കും? ആര് ജയിച്ചു? ആരും തോറ്റില്ല, ആരും ജയിച്ചില്ല, ആരും ഒന്നും നേടിയില്ല. 1,00,000-ലധികം ഉക്രൈൻ, അന്ന് മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ 1,00,000-ലധികം ഉക്രൈൻ പടയാളികളും 2,00,000-ഓളം റഷ്യൻ പടയാളികളും മരിച്ചുവെന്ന്. ആര് ജയിച്ചു, ആര് തോറ്റു? ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല. യുദ്ധം തുടരുകയാണ്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. പക്ഷെ പലപ്പോഴും മനുഷ്യർ തമ്മിലുള്ള യുദ്ധം എന്ത് വലുതായിരിക്കും. കർത്താവിനോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, ക്ഷമിക്കുന്ന ക്രിസ്തുവിലേക്കുള്ള എൻ്റെ ദൂരം ഇന്ന് ഒത്തിരി അകലത്തിലാണ്. എന്തുമാത്രം ഞാനിനി യാത്ര ചെയ്യണം ആ ദൂരത്തിലെത്താൻ? ക്രിസ്തുവുമായിട്ടുള്ള എൻ്റെ അകലം കുറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ക്ഷമിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ നമുക്ക് മുറിവേറ്റെന്ന് വരാം, പക്ഷേ ക്ഷമിക്കാനുള്ള കൃപ, മുറിച്ചവരോടും മുറിവേൽപ്പിച്ചവരോടും ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി. ക്ഷമ ദൈവികമാണ്. ക്ഷമ ദൈവത്തിൻ്റെ വലിയ ക്രൂശിൻ്റെ ശക്തിയാണ്. അത് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാകും. ക്ഷമിച്ചവൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ശക്തി ഉണ്ടാകും. ക്ഷമിച്ചവൻ്റെ വാക്കുകൾക്ക് ഭയങ്കര ജീവനുണ്ടാകും. അവനൊരു വാക്ക് പറഞ്ഞാൽ രോഗസൗഖ്യം ഉണ്ടാകും. അവിടെ വലിയ അത്ഭുതങ്ങളുണ്ടാകും. അവരുടെ കുടുംബത്തിൽ ഭയങ്കര വിടുതലുകളുണ്ടാകും. ദൈവമേ, ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലം കുറയ്ക്കണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടും നമുക്കതെന്താണ്? ദൈവശക്തിയാണ്. കർത്താവിൻ്റെ ക്ഷമയുടെ ആ അളവ് നോക്കണം. അത് ലൂക്കോസ് 15 അത് പറയുന്നുണ്ട്. ലൂക്കോസ് 15 പറയുന്നു, 2 മക്കളിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് കഥയല്ല, നടന്ന സംഭവമാണ്. അതിലൊരു മകൻ വസ്തുവൊക്കെ മേടിച്ച് ദൂരവേ പോയി എല്ലാം നശിപ്പിച്ച് അവൻ തിരിച്ചു വരുമ്പോൾ അപ്പൻ അവനെ ദൂരവേ എന്ത് ചെയ്തു? കണ്ടിട്ട് അപ്പൻ ചെയ്തൊരു കാര്യമുണ്ട്. മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു. എന്നിട്ട് അവനെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നമ്മളാണെങ്കിൽ കുത്തിപ്പിടിച്ചേനെ. ആ അപ്പൻ എന്തോ ചെയ്തു? കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവൻ എന്തോ കൊടുത്തു? ചുംബനം കൊടുത്തു അല്ലേ? എന്നിട്ട് അവനെ മേത്തരമായ ഉടുപ്പ് ധരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവന് വേണ്ടി കടിച്ച കാളക്കുട്ടി എന്ത് ചെയ്യണം? അറക്കാൻ പറഞ്ഞു. എന്തോ ആ പിതാവ് ചെയ്തത്? ഓടിച്ചെല്ലുകയാണ്, മനസ്സലിയുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുംബനം ചെയ്യുകയാണ്. എന്തിന്? ദൈവത്തിൻ്റെ സ്നേഹം. ദൂരം കുറഞ്ഞ് ആ മകൻ ദൂരേക്ക് പോയി. പക്ഷെ ദൂരം കുറച്ച് തിരിച്ചു വന്നപ്പോൾ ഈ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. അപ്പൻ്റെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്. പിതാവേ, ഇവർ ചെയ്തത് എന്തെന്നറിയാകിയാൽ ഇവരോട് എന്ത് ചെയ്യണേ? ക്ഷമിക്കണേ. അതാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മളൊന്ന് മടങ്ങി വന്നാൽ ഇന്നും നമ്മളോട് ക്ഷമിക്കുന്ന കർത്താവ് ഉള്ളത് കൊണ്ട്, കർത്താവെ, ഞാനും ക്ഷമയുടെ ഒരു ലോകം എന്നെ പഠിപ്പിക്കണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുക. 2ാമത്തെ ക്രൂശിൻ്റെ വചനം എന്താ? ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. പക്ഷെ ഓർക്കണം, ഈ കള്ളന്മാർ 2 പേരും ക്രിസ്തുവിനെ പരിഹസിച്ചു എന്ന് കൃത്യമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. അത് പറയുമ്പോൾ മർക്കോസിൽ പറയുന്നത്, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരും അവനെ എന്ത് ചെയ്തു?
പരിഹസിച്ചു. അവനോട് ക്രൂശിക്കപ്പെട്ട രണ്ടുപേരും അവനെ പരിഹസിച്ചു. പക്ഷേ ക്രൂശിൻ്റെ ക്ഷമയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ്റെ അകത്തൊരു മാറ്റമുണ്ടായി. ക്ഷമ മനുഷ്യനെ വ്യത്യാസപ്പെടുത്തും. ആ വ്യത്യാസത്തിൽ ആ കള്ളം പറഞ്ഞു, പിതാവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണേ? ഓർക്കണേ. എന്നെ ഒന്ന് ഓർക്കണമേ. ഒറ്റ വാക്കേ അവൻ പറഞ്ഞുള്ളൂ, എന്നെ ഒന്ന് ഓർക്കണമേ. ഓർക്കണമേ എന്നവൻ പറഞ്ഞപ്പോൾ ക്രൂശിൻ്റെ വചനം, ഇന്ന് നീ എന്നോട് കൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. പർദീസ എന്ന് പറയുന്നതിന് ഒരു പേർഷ്യൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. സുൽത്താൻമാരെ ഇങ്ങനെ ഉദ്യാനത്തിൽ കൂടെ ഉലാവുമ്പോൾ അവരോടൊപ്പം കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉദ്യാനത്തിന് പർദീസ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ സബ്ജയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നീ എന്നോടുകൂടെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉദ്യാനത്തിലൂടെ പിതാവിൻ ആ പർദീസയിലൂടെ നടക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ ക്രൂശിൻ്റെ വചനത്തിൽ ഒറ്റ വാക്ക പറഞ്ഞത്. അവരൊന്ന് അപേക്ഷിച്ചു, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് എന്ത് ചെയ്യണമേ? ഓർക്കണമേ. അവിടെ തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. ആരും താമസിച്ചിട്ടില്ല, ഒരു വ്യക്തി പോലും താമസിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ ക്ഷമയുടെ ലോകത്തെ കയറാൻ ആരും താമസിച്ചിട്ടില്ല. എല്ലാ മനുഷ്യർക്കും രക്ഷ തുറന്നു കിടക്കുകയാണ്. കുഞ്ഞിനും വൃദ്ധനും. ഐസിയുവിലെ അവസാന ശ്വാസം പോകുന്നതിന് മുമ്പും ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഇന്ന് നീ എന്നോടുകൂടെ എവിടെ ഇരിക്കും? പർദീസയിരിക്കും. പർദീസാവാസം നഷ്ടപ്പെടുത്തി പോയ മനുഷ്യൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്നെ ഒന്ന് എന്ത് ചെയ്യണേ? ഓർക്കണമേ, എന്നെ ഓർക്കണമേ. എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ്, ലളിതമായൊരു പ്രാർത്ഥന, എന്നെ എന്ത് ചെയ്യണേ? ഓർക്കണമേ. വേദപുസ്തകത്തിൽ അതെന്നെ ചിന്തിപ്പിക്കുന്നത് നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം ഏറ്റവും ഒടുവിലത്തെ വാക്കൊന്ന് നോക്കാമോ? നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്ക്, നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും ഒടുവിലൊരു പ്രാർത്ഥനയുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും ഒടുവിൽ എസ്ര, നെഹമ്യാവ്, എസ്തർ, ഇയ്യോബ്, നെഹമ്യാവിൻ്റെ പുസ്തകം ഏറ്റവും ഒടുവിലത്തെ ഒരു വാക്ക്, എന്റെ ദൈവമേ, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. എന്റെ ദൈവമേ, ഇത് നീ എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. ചരിത്ര പശ്ചാത്തലം ശ്രദ്ധിക്കണേ. ഞാൻ വളരെ ശാന്തമായിട്ട് പറയുകയാണ്. ചരിത്ര പശ്ചാത്തലമുണ്ട്. നെഹമ്യാവിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അവൻ ശൂശൻ രാജധാനിയിൽ ആരായിരുന്നു? പാനപാത്ര വാഹനൻ. പാനപാത്ര വാഹനൻ എന്നുള്ള എബ്രായ പദം വേണമെങ്കിൽ ഇങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാം. യൂനക്ക് എന്നുള്ള, ഷണ്ണൻ എന്നുള്ളൊരർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു പക്ഷേ ഈ മനുഷ്യൻ കൊട്ടാരത്തിലെ ഒരു ഷണ്ണന, അന്ന് ഷണ്ണന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ കൊട്ടാരം നിമിത്തം ഷണ്ണന്മാരാക്കിയവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അയക്ക് ഭാര്യയില്ല, വീടില്ല, മക്കളില്ല, ആരുമില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ മതിലിടിഞ്ഞ് അതിൻ്റെ വാതിലുകൾ തീവെച്ച് ചുട്ടൂന്ന് കേട്ടപ്പോൾ ദിവസങ്ങളോട് ഉപവസിച്ച് കരഞ്ഞ് അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോയി മതിലെല്ലാം തീർത്തു. സൻബലത്തും തോബിയാവും എതിർത്തു. ഇവരെത്ര ശക്തിയുള്ളവരാണെങ്കിലും കുറുക്കം കയറിയാൽ ഈ മതിലെന്ത് ചെയ്യും? എന്നിട്ടോ കോട്ടക്കൊത്തളങ്ങളിൽ കാവൽ നിർത്തി. പോരാ, ആരാധന പുനഃസ്ഥാപിച്ചു. എന്നിട്ട് ലേവ്യരെ അതിനുവേണ്ടി നിയമിച്ചു. എല്ലാം ഓർഡറാക്കി. ആരാധനാലയത്തിന് വേണ്ട സംഭാവനകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് നെഹമ്യാവ് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ വീണ്ടും താൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്കാണ് ഇനി. എല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ പോവുകയാണ്. പക്ഷേ ഒരു പ്രാർത്ഥന, ഞാൻ ഇനി ഒറ്റയാണ്. ആരവാരങ്ങളുടെ ഇടയിൽ നിന്ന്, യുദ്ധങ്ങളുടെ ഇടയിൽ നിന്ന്, ഇസ്രായേലിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് തിരിച്ച് എല്ലാം ശരിയാക്കിയിട്ട് പോകുമ്പോൾ ഈ മനുഷ്യനെ ഇനി ആരോർക്കാൻ? ഒറ്റയ്ക്കൊരു വീട്ടിലേക്ക് പോവുകയാണ്. കുടുംബം നഷ്ടപ്പെട്ട ഒരു വലിയ മനുഷ്യനെ എനിക്കറിയാം. കുടുംബം അദ്ദേഹത്തിനില്ല, കുടുംബം നഷ്ടപ്പെട്ടു. ആ മനുഷ്യനെ ഒരു പട്ടണത്തിൽ ഞാനും അദ്ദേഹം കൂടെ രാത്രി 2 മണി വരെ ഹോട്ടലിലിരുന്ന് രാത്രിക്കടയിലിരുന്ന് വർത്താനം പറഞ്ഞു. രാത്രിക്കടയിരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ കാറയിലോട്ട് കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ സഹോദര കുടുംബമില്ലേ? വിളിച്ചാൽ ബ്ലസ്സി ഉണരാനില്ലേ? പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ ആരുമില്ല കഥ തുറക്കാൻ. തന്നെ കഥ തുറക്കണം. ഇച്ചിരി വെള്ളം വേണേൽ തന്നെ എടുത്ത് കുടിക്കണം. ആരുമില്ലടാ അവിടെ, ആരുമില്ല. ഇന്നും എൻ്റെ മനസ്സിൽ ആ നൊമ്പരമാ. തിരിച്ചാ മനുഷ്യൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാ, അവിടെ ആരുമില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ മനുഷ്യനും ആരും കാണില്ല. പക്ഷേ അയാളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, എന്നെ ഒന്ന് ഓർക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ. ആരുമില്ലാത്തവരെയൊക്കെ ഒറ്റ വാക്ക് മതി, ഓർക്കണമേ എന്നൊന്നും പറഞ്ഞ കർത്താവ് പറയുന്നൊരു വാക്ക് വലിയ പ്രാസമൊന്നും ഇല്ലാത്ത പ്രാർത്ഥനയാണ്. ആരാധ്യനും ആദ്യനും അന്ത്യനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവെന്നൊന്നും പറഞ്ഞില്ല.
ഒരൊറ്റ ലളിതമായ പ്രാർത്ഥന, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ക്രൂശിൻ്റെ വചനം വരും. ഇന്ന് നീ എന്നോട് കൂടെ, ഇന്ന് നീ എന്നോട് കൂടെയാ, ഇന്ന് നീ എന്നോട് കൂടെയാ. ലളിതമായൊരു പ്രാർത്ഥന, എന്നെ ഒന്ന് ഓർക്കണമേ. ഏത് മനുഷ്യൻ്റെയും ഡെസ്റ്റിനി മാറ്റാൻ ആ ക്രൂശിൻ്റെ അടുത്ത് എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, തെറ്റിപ്പോയി, അകന്നുപോയി, എളിവനെ ഒന്ന് ഓർത്തോണേ, എളിവനെ ഒന്ന് ഓർത്തോണേ, എളിവനെ ഒന്ന് ഓർത്തോണേ. ഓർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന ഒറ്റ വാക്കിൽ 1000 വട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. പെങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ, ഐസിയുലാണെന്ന് പറയുമ്പോൾ, കാണേണ്ടവർ പെട്ടെന്ന് വരാൻ പറയുമ്പോൾ, ക്യാൻവാസ് കസേര കിടന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, ഒറ്റ വാക്കേ ഉള്ളൂ, എന്നെ ഒന്ന് ഓർത്തോണേ, എന്നെ ഒന്ന് ഓർത്തോണേ. മരിക്കുന്നത് വരെ അവൾ പോയില്ല. ദൈവദാസൻ്റെ ഒരു ചെറിയ പ്രാർത്ഥന, എന്നെ ഓർക്കണമേ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്രൂശിൻ്റെ അടുക്ക ചെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്നെ ഒന്ന് ഓർക്കണമേ. മറുപടി, ഇന്ന് നിനക്കുള്ള ഉത്തരവുണ്ട്. ഇന്ന് നീ എന്നോടൊപ്പമാ. ആരുമില്ലാത്ത നെഹമ്യാവ്, പാനപാത്രവാഹകൻ എന്നതിന് പകരം ഷണ്ണൻ എന്നാണ് അവിടുത്തെ അർത്ഥമെങ്കിൽ എങ്ങനെയും വ്യാഖ്യാനിക്കാം. അവൻ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്വീകരിക്കാൻ പിള്ളേരില്ല, ഭാര്യ വാതുക്കൽ, പൂമുഖ വാതുക്കലില്ല. ഒറ്റയ്ക്ക് മുറി ചെന്ന് കയറുമ്പോൾ, ദൈവമേ, നന്മയ്ക്കായിട്ടൊന്ന് ഓർക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ചെറിയൊരു പ്രാർത്ഥനയിൽ വരുന്ന വ്യത്യാസം ക്രൂശിൻ്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്താ, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. എന്നെ ഒന്ന് ഓർക്കണേ, എന്നെ ഒന്ന് ഓർക്കണേ. പ്രാർത്ഥിച്ച എല്ലാവരും. ഒരു പക്ഷേ കള്ളൻ അധികം ഒന്നും ഓർപ്പിക്കപ്പെടാനില്ല. കള്ളൻ ഒരു പക്ഷേ രാഷ്ട്രീയ കൊലപാതകയായിരിക്കും, കള്ളന്മാരായിരിക്കാം. അവനെ ആരോർക്കാൻ, എന്ത് പറഞ്ഞ് ഓർപ്പിക്കാൻ, എന്ത് നന്മ പറയാൻ, എന്ത് പുണ്യം പറയാൻ? പക്ഷെ അവനൊന്നും പറഞ്ഞു, എന്നെ ഒന്നും ഓർക്കണേ കർത്താവേ. ആ വാക്ക് ഇവിടെ നിന്നായിരിക്കാം കള്ളന് കിട്ടുന്നത്. ഇരുവരും ആദ്യം പരിഹസിച്ചവരാണെങ്കിലും അവൻ്റെ മുഖത്ത് തെളിഞ്ഞ ക്ഷമയും പ്രസന്നതയും കണ്ടപ്പോൾ കള്ളന് പിടികിട്ടി, ഇവ കറുതയല്ല, രാജാവാ. പിന്നെ മറ്റൊരു കാര്യം കൂടെ കാണും. ക്രൂശിൽ എഴുതി വെച്ചു കളിയാക്കാൻ, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. കളിയാക്കാൻ എഴുതിയത് വായിച്ചപ്പോൾ അവന് പിടികിട്ടി, ഇവൻ വെറും മനുഷ്യനല്ല, രാജാവാ. രാത്രി എന്നെ കേൾക്കുന്നവരെ, ആരുമില്ലാത്തവനെയും ഓർക്കാൻ ആരുമില്ലാതാകുമ്പോൾ ഇന്ന് നിന്നെ ഓർക്കുന്ന, ഇന്ന് നിന്നെ ഓർക്കുന്ന, എന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ. ഒരുവൻ ക്രിസ്തുവിന് കരം കൊടുക്കുമ്പോൾ അവനോടൊപ്പം നടക്കുക. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. ഞാൻ നിന്നിലും നീ എന്നിലുമാ. പ്രാർത്ഥിക്കാം. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, എന്നെ ഒന്ന് ഓർക്കണേ കർത്താവേ, നന്മയ്ക്കായിട്ട്. വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ നന്മയ്ക്കായിട്ടൊന്ന് ഓർക്കാൻ. ആരുമില്ലാത്തവർ ഇതിനകത്തുണ്ട്, വിധവമാരുണ്ട്, അനാഥരുണ്ട്. എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. സാധാരണ രാജാക്കന്മാരോ മന്ത്രിമാരോ ഒക്കെ ജയിച്ചു വരുമ്പോൾ ഇന്നലെ ജയ് വിളിച്ചവനെ ഓർക്കണമെന്നില്ല, കൊടി പിടിച്ചവനെ ഓർക്കണമെന്നില്ല, അവന് വേണ്ടി തല്ല് മേടിച്ചവനെ അവൻ ഓർക്കണമെന്നില്ല, തല്ല് മേടിച്ചവനെ ഓർക്കണമെന്നില്ല. പക്ഷേ ഓർക്കണമേ എന്ന് പറഞ്ഞാൽ, ഞാൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ അവന് വേണ്ടി നിന്നവരെ ആരെയും മറക്കാത്ത ഒരുവനുണ്ട്. അവന് വേണ്ടി നിന്നവരെ ആരെയും മറക്കാത്ത, നീ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത മറക്കാത്തൊരു ദൈവം. ഞാൻ ചെയ്തതൊക്കെ നന്മയ്ക്കായിട്ടൊന്ന് ഓർക്കണേ,
നന്മയ്ക്കായിട്ടൊന്ന് ഓർക്കണേ. ഓർക്കുന്ന ദൈവമാണോ? ചെറിയ ഒരു സാക്ഷ്യം, ദൈവം മറക്കില്ല. എനിക്കത് ലൈവ് പോകുന്നറിയാം. ലൈവ് പോകുന്നതാണെങ്കിലും ഒരു പ്രസംഗനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ലൈവ്. എന്നാലും ലൈവ് പോകുന്നതാണെങ്കിൽ പോലും അതിനകത്ത് തെറ്റില്ലാത്തത് കൊണ്ട് പറയുക. കഴിഞ്ഞ രാത്രി ഇവിടുത്തെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രി എന്നെ കാണാൻ വൃന്ദാവനത്തുനിന്നും മനോജ് പാസ്റ്റർ വന്നു. ഒത്തിരി ഇരുട്ടി അല്ലേ, ഒത്തിരി ഇരുട്ടി. ഞാനും രാത്രി ലേറ്റായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് പോവുക, അഖിലയാണ്. അപ്പം അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. അഖിലിനെയും മോളെയും പഠിപ്പിക്കാൻ താൻ ഒത്തിരി കഷ്ടപ്പെട്ടപ്പോൾ ഒരു വട്ടം ഫീസ് അടയ്ക്കാനൊന്നുമില്ല. അദ്ദേഹം ഫീസ് അടച്ച് ഒക്കത്തുള്ളല്ലോ, പിള്ളേരുടെ ഹോസ്റ്റൽ ഫീസായിട്ട് 10,000 രൂപ അടച്ചു കൊടുക്കണം. അതിന് താൻ എൻ്റെ അടുക്ക വന്നു, പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അപ്പു അതുവഴി പോവാ. അപ്പം ഞാൻ അപ്പുവിനെ വിളിച്ചു പറഞ്ഞു, അപ്പുവേ ഇങ്ങനെ വന്നവനെ. അപ്പോൾ കൊണ്ടാ നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അന്ന് അവന് ഇച്ചിരി മീനിൻ്റെ പരിപാടിയുണ്ട്. അവനും ജോയിലും എല്ലാം കൂടെ പക്ഷി, മീന്, ഇവർ കുറേ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ കുറച്ച് മീൻ വിറ്റ കാശൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മീനിൻ്റെ ഇച്ചിരി കലാപരിപാടിയുണ്ട്. ഈ എൻ്റെ മീൻ അതിന് പറയുന്നത് ഓർണമെൻറ്റ്സ് എന്താ, ഈ നമ്മുടെ കാഴ്ച മീനുകൾ. അവൻ്റെ എന്തെങ്കിലും കാണുമെന്ന് എനിക്കൊരു സംശയം. മീൻ മേടിക്കാൻ വേണ്ടി ഇവൻ എല്ലാവരുടെയും നിന്ന് ഇച്ചിരിയൊക്കെ മേടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞെ നിൻ്റെ എന്തുണ്ട് അത് നീ കൊണ്ടുവന്ന് ഈ മനോജ് പാസ്റ്റർ മോൻ്റെ ഫീസ് അടയ്ക്കണം. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അത് മനോജ് പാസ്റ്റർ ഇന്നലെ പറയാം, ഞാൻ പറഞ്ഞെന്ന്, നീ ഇപ്പം കൊടുത്ത നിൻ്റെ കാര്യം കർത്താവ് നോക്കും. അപ്പോൾ അവൻ കുഞ്ഞല്ലേ, അവൻ ചോദിച്ചു നേരായിരിക്കുമെന്ന്. നീ ഇപ്പം അവനുള്ളത് മുഴുവൻ ട്രോയിൽ നിന്ന് പറക്കി ചില്ലറ വരെ തൂത്ത് പറക്കിക്കൊണ്ട് മനോജ് പാസ്റ്ററെ കൊടുത്തു. ചില്ലറ എല്ലാം കൊടുത്തു. മനോജ് പാസ്റ്റർ അത് എണ്ണിയപ്പോൾ 860 രൂപയുണ്ട്. പക്ഷെ ഞാൻ അന്നേരം ഒരു വാക്ക് പറഞ്ഞെന്ന്, നീ ഇപ്പം കൊടുത്ത നിൻ്റെ കാര്യം ആര് നോക്കും? ദൈവം നോക്കും. അവൻ പഠിക്കാൻ പോയപ്പോൾ ബ്ലസ്സി എന്നെ ഓർപ്പിച്ചു, നാളെ ഇന്ന് രാത്രി കോയമ്പത്തൂർ പഠിക്കുന്നിടത്ത് പോകണം, അഡ്മിഷൻ എടുക്കണം. അപ്പം ഞാൻ സത്യത്തിൽ ഞാൻ ദാരിദ്ര്യം പറയാൻ നിൽക്കുകയല്ല. ഞാൻ പള്ളിഭാഗത്തെ പാസ്റ്ററാണ്. ഞങ്ങളുടെ മൂളയാൻ്റെയൊക്കെ പണക്കാരല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പാസ്റ്ററായതുകൊണ്ട് ഞാൻ ദാരിദ്ര്യമുള്ളവനല്ല. എന്നാലും അന്നേരം എൻ്റെ പൈസയില്ല. അപ്പം ഞാൻ ബ്ലസ്സിയോട് പറഞ്ഞു, ബ്ലസ്സി പോകണമെങ്കിൽ ഡീസൽ അടിക്കാൻ എൻ്റെ പൈസയില്ല. അവൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇന്ന് പോയില്ല പിന്നെ വെച്ചാൽ ഇവിടെ ഇല്ല, ഇന്ന് രാത്രി പോകണം, അഡ്മിഷൻ്റെ കാര്യം ക്രമീകരിക്കണം, പോയേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ പോകാൻ എൻ്റെ പൈസ വേണ്ടേ? ശരി. ഞാൻ അവളോട് പറഞ്ഞു, യഹോവ ഇരേന്ന് നീ 10 പ്രാവശ്യം പറഞ്ഞോന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ പൗർവിഷനിൽ പോയി. എനിക്ക് വൈകിട്ട് അന്ന് ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഇവളിൽ എന്നോട് പിന്നെ പറഞ്ഞു, സാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാമേ നീ ഒരു 10,000 രൂപ എവിടെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്തുകൊണ്ട് വരണം, ഞാൻ പിന്നെ തരാം, പോയിട്ട് കണ്ടിട്ട് വരാം, പിന്നെ അച്ഛനെ കിട്ടത്തില്ല. ഞാൻ പൗർവിഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ജിബിൻ വിളിക്കുന്നു, കൂടെ വിളിച്ചു. ഒരമ്മച്ചി നോക്കിയിരിക്കുക. അമ്മച്ചിക്ക് പൗർവിഷൻ ഇച്ചിരി പൈസ കൊടുക്കും, പക്ഷേ ഞാൻ ചെന്ന് മേടിച്ചാൽ അമ്മച്ചി തരാം. എനിക്ക് അങ്ങനെ ഒത്തിരി അമ്മച്ചിമാരുണ്ട്. ഞാൻ ചെന്ന് മേടിച്ചാലേ തരത്തുള്ളൂ, അവർ വേറെ ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. അങ്ങനെ കുറേ അമ്മച്ചിമാരുണ്ട്. അതിലൊരമ്മച്ചി എന്നെ വിളിക്കുന്നു, ദൈവമേ എനിക്കിനിയും അമ്മച്ചിയുടെ അടുത്ത് പോകണം, ഞാൻ രാത്രി തന്നെ കാണും. ഞാൻ അവിടെ ചെന്ന് പൗർവിഷന് അമ്മച്ചി പൈസ കൊടുക്കുന്ന അമ്മച്ചി അതിനു വേണ്ടി ആയിരിക്കും എനിക്കറിയാം. പക്ഷേ അതിനല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, പാസ്റ്ററേ മക്കൾ എത്ര പേരാ? ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അതിൽ രണ്ടാം മോനിപ്പോൾ എന്താ ചെയ്യുക? പഠിച്ചു, പാസ്സായി, ഇനി എന്തോ ചെയ്യണം? പഠിപ്പിക്കണം. എവിടാ? ഇന്നടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിക്ക് 90 വയസ്സ് എടുക്കാറായി. അമ്മച്ചി പറഞ്ഞു, ഫീസ് ഞാൻ അടച്ചു. ഞാനോർത്ത് ആ സെമസ്റ്റർ. അപ്പം ജിബിനെ വിളിച്ച് ചോദിച്ച് കൃത്യം ഫീസ് എടുത്ത് ജിബിനെ വിളിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, പ്രിൻസിൻ്റെ കൊടുക്കരുത്, അവൻ വേറെ വല്ലത്തിനും ചിലവഴിക്കും, അവന് മാത്രമേ അടയ്ക്കാം. അടുത്ത സെമസ്റ്റർ അടച്ചു, 2 വർഷം അടച്ചു, 3 വർഷം. അമ്മച്ചിക്കിപ്പം മരിക്കാറായി. പക്ഷെ അമ്മച്ചി ക്ഷീണിക്കുമ്പം പ്രാർത്ഥിക്കുന്ന ഒറ്റ പ്രാർത്ഥനയുണ്ട്, അപ്പച്ചൻ്റെ പെൻഷൻ അമ്മച്ചിക്ക് കിട്ടും, അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ മരിച്ചാൽ പിന്നെ അവനെ എങ്ങനെ പഠിപ്പിക്കുക? ആരും അറിയില്ലാത്ത ഒരമ്മച്ചി ജീവിക്കാൻ ആഗ്രഹിച്ച് പഠിപ്പിക്കുമ്പോൾ മനോജ് പാസ്റ്റർ പറഞ്ഞു, ഞാൻ അന്ന് അവനോട് പറഞ്ഞെന്ന്, എടാ എല്ലാം എടുത്തു കൊടുക്കുക, നിന്നെ ദൈവം ഓർക്കും. എനിക്കൊരു കർത്താവിനെ അറിയാം, ഒരു ഗ്ലാസ് വെള്ളം പോലും മറക്കാത്ത ഒരു കർത്താവ്. എന്നെ ഒന്ന് ഓർക്കണേ. നെഹമ്യാവും പ്രാർത്ഥിക്കും, എന്നെ
എന്നെ ഒന്ന് ഓർക്കണേ. കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് എന്നെ ഒന്ന് ഓർക്കണേ. മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ, ഞാൻ നിന്നെ മറക്കില്ല, മറക്കില്ല. എന്നെ ഓർക്കണേ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാണ്. പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയും. എങ്കിലും ഓർക്കുന്നൊരു ദൈവമുണ്ട്. 2018 വെള്ളം, ആ വെള്ളപ്പൊക്കം വരുമ്പം ഞാൻ ഇട്ടിപ്പാറ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വീട്ടിലെ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നീ പിള്ളേരെ കൊണ്ടാക്കാം. അപ്പം ഞാൻ സത്യത്തിൽ വെള്ളം വരുന്നത് കണ്ടോണ്ടൊന്നും വെച്ചോണ്ട് എല്ലാം ഉറങ്ങിക്കിടന്നവന്മാരെ എല്ലാം പൊക്കിയെടുത്തോണ്ടോ പോയി. കാരണം വെള്ളം കാണണ്ടേ, ഒരു നൊസ്റ്റാൾജിക്ക് മെമ്മറി അല്ലേ വല്ലപ്പോഴും വെള്ളപ്പൊക്കം. കണ്ടുകൊണ്ടിരുന്നപ്പം വെള്ളം വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് രസമല്ല. ഞാൻ ഇതുവഴിയെങ്കിലുമൊക്കെ അത്യാവശ്യം പമ്പാ നദി കൂടെ ഒക്കെ കളിച്ച് നീന്തിയത് കൊണ്ട് ഒരു മനസ്സിലൊരു ധൈര്യം, എങ്ങനെങ്കിലുമൊക്കെ നീന്തി കയറി പോവും, പിടിച്ചാണേലും എവിടെങ്കിലുമൊക്കെ കയറി പോകാമെന്നൊരു ധൈര്യം. പിള്ളേരെ എന്തോ ചെയ്യും. അങ്ങനെ തിരിച്ച് വന്ന് അവസാനം എനിക്ക് അതുവഴി ഒന്നും വരാൻ വയ്യാതെ ഞാൻ പത്തനംതിട്ട വഴി അങ്ങ് കോഴഞ്ചേരി ചാടി തിരിച്ച് ചെറുകോൽപ്പുഴ ചെന്നപ്പം അവിടെ വെള്ളമായി. പിന്നെ അതുവഴി തിരിച്ച് അതുവഴി പോയി തടിയൂര് ചാടി വീട്ടിൽ വന്ന് തിരിച്ച് കുടുംബക്ക് ചെന്നപ്പം നമ്മുടെ ഒരു സഹോദരൻ ബൊളോറോ ജീപ്പ് ഡോക്ടറാ വണ്ടി വെള്ളത്തിൽ ഇട്ടിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇനി ഇറങ്ങരുത്, ഞാൻ വണ്ടി കളഞ്ഞിട്ട് ഓടി വരിക, വെള്ളം ഇറങ്ങി തരിക, ഇറങ്ങരുതെന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങാൻ നിവർത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്, പ്രിയപ്പെട്ട റോയിജാൻ, മൊത്തം വെള്ളം കയറി, വീട് മൊത്തം വെള്ളം കയറി. കൊച്ചു കുഞ്ഞുണ്ട്, കുഞ്ഞുമായിട്ട് ടോപ്പിൽ കയറി. അതോടെ വെള്ളം കയറി ഇനി എന്തോ എന്നറിയാതിരിക്കുമ്പോൾ ദൂതനെ പോലൊരു വള്ളം വന്നു. ആ വള്ളക്കാരൻ ഇവരെ എല്ലാം കയറ്റി ഒരു മലയുടെ മണ്ടേ കയറ്റി ഇറക്കി വിട്ടു കരയ്ക്ക്. അപ്പം കയ്യിലുണ്ടായിരുന്ന ചിലരെ എല്ലാം കൂടെ തൂത്ത് പറക്കി ആ വള്ളക്കാരന് കൊടുത്തു. ആരാന്ന് പോലും അറിയത്തില്ല. പിന്നെ കാണണമെന്ന് പറഞ്ഞു, പിന്നെ കണ്ടിട്ടില്ല. എല്ലാം ഒഴുകിപ്പോയി, മൊത്തം ഒഴുകിപ്പോയി. വീട് മൊത്തമുള്ള സാധനം മുഴുവൻ വെള്ളം ടോപ്പിൽ കൂടെ, ഉത്തരത്തെ കൂടെ, എന്താ പറഞ്ഞ റൂഫിൽ കൂടെ ഒഴുകി. പിന്നെ പറയണ്ടായല്ലോ. അങ്ങനെ ആകപ്പാടെ ആരോ കൊടുത്ത ഒരു ഷർട്ടും കയ്യിൽ, പിന്നെ ഒരു ഫോണ്, ആ ഫോണും കൈ പിടിച്ചുകൊണ്ട് വെള്ളം ഇറങ്ങിയപ്പോൾ സ്കൂട്ടർ ഓടിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഈ വെള്ളം പോകുന്നത് കണ്ടപ്പോൾ സ്കൂട്ടറൊക്കെ മാറ്റിയായിരുന്നു. ആ സ്കൂട്ടർ മാത്രമുണ്ട്, അതും കൊണ്ട് വീട്ടിൽ വന്നു. ഇങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്തു ഫോൺ. അന്നെല്ലാവരും ഫോൺ വീട്ടിൽ വന്നാൽ ചാർജ് ചെയ്ത്, നിങ്ങൾക്ക് ഓർമ്മ കാണും. നമ്മളത് ജനറേറ്റർ അടിച്ചിട്ട്, ഓർമ്മയില്ലേ, ജനറേറ്റർ അടിച്ചിട്ട് എന്താ അതിന് പറയുന്നത് ജോയിലെ, എക്സ്റ്റൻഷൻ കേബിൾ അല്ലേ, എക്സ്റ്റൻഷൻ കേബിൾ ഇട്ട് എല്ലാവരും വന്ന് ചാർജ് ചെയ്തപ്പം പുള്ളിക്ക് ഒരു ഫോൺ കോൾ വന്നു. ഇന്നാരാണോ? ആണ്. ഓർമ്മയുണ്ടോ? ഇല്ല. അദ്ദേഹം ഓർപ്പിച്ചു. അദ്ദേഹം ബോംബെ ഇരിക്കും. അന്ന് ബോംബെ വഴിയാണ് എല്ലാവരും അമേരിക്കയ്ക്കൊക്കെ ഗൾഫിലും പോകുന്നത്. അങ്ങനെ ടിക്കറ്റ് കിട്ടാതെ ഒരു സഹോദരൻ ഇരിക്കുമ്പോൾ അദ്ദേഹം രാത്രിയിൽ ഇദ്ദേഹത്തെ കണ്ട് വിളിച്ചുകൊണ്ട് പോയി ഒരു ഫ്ലാറ്റിൽ താമസിപ്പിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. അന്ന് ഈ ബോംബെയിലെ ലോക്കൽ ട്രെയിനിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്താൽ പോകുന്നത്. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് ലാൻഡ് ഫോണൊക്കെ അല്ലേ വിളിച്ചു. അല്ലാതെ പനിക്കുന്ന ആ സഹോദരനെ ഇച്ചിരി കട്ടൻ കാപ്പി കിട്ടിയാൽ കൊള്ളാം. പുള്ളിക്കാരൻ കടും കാപ്പി അനത്തി തിരിച്ച് ലോക്കൽ ട്രെയിൻ എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേന് ഇത്രയും നേരമായി. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്രയും യാത്ര ചെയ്താൽ വന്നു. പുള്ളിക്കാരൻ്റെ സങ്കടമായി. ഫ്ലാസ്കിൽ കാപ്പി അനത്തി പാപം 1 മണിക്കൂർ അങ്ങോട്ട് പോയി, 1 മണിക്കൂർ ഇങ്ങോട്ട് വന്നു. ഇനിയും തിരിച്ച് അങ്ങോട്ട് പോകണം. ഇത്ര യാത്ര ചെയ്തില്ലേ. അദ്ദേഹത്തെ കയറ്റി വിട്ടു, ഫ്ലാസ്കിൽ വെള്ളം കൊടുത്തു. പിന്നെ അദ്ദേഹം പോയി. പിന്നെ കോൺടാക്ട്സ് ഒന്നും കാര്യമായിട്ടുണ്ടാവില്ലോ എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നാരല്ലേ? ആണ്. ഓർമ്മയുണ്ടോ അന്ന് എന്നെ സഹായിച്ച സഹോദരൻ്റെ വീട്ടിൽ വെള്ളം കയറിയെന്ന് കേട്ടു, നേരാണോ? ആണ്. ഞാനൊരാളുടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അവരൊരു 75,000 രൂപ കൊണ്ടുത്തരും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പിള്ളേരൊക്കെ വലുതായി, പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്കിളിനെ പപ്പായെ സഹായിച്ചൊരു അങ്കിളുണ്ട്, ആ അങ്കിളുടെ വീട്ടിലാണ് വെള്ളം കയറിയെന്ന് പറഞ്ഞു. അവർക്കിപ്പം ചെറിയ ജോലിയുണ്ട്. അവരുടെ വകയായിട്ടൊരു 75,000 രൂപ, 1.5 ലക്ഷം രൂപ. കൈ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുക. പുള്ളി എന്നോടൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ദൈവം ആരാ?
ഒരു ഫ്ലാസ്ക് വെള്ളം കൊടുത്തത് മുഴുവൻ വെള്ളവും കയറി ഒലിച്ചു പോയപ്പോൾ ഓർത്ത ഒരു ദൈവം. എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ചെയ്ത പാപം മറക്കും, പക്ഷെ നന്മയ്ക്കായിട്ട് ഓർക്കും. കർത്താവിന് മറവിയുടെ അസുഖമുണ്ട് കേട്ടോ. പാപമെല്ലാം മറന്നു, കുറവെല്ലാം മറന്നു, കടലിൻ്റെ ആഴത്തിൽ തള്ളി. എന്നാൽ അനുഗ്രഹിക്കാൻ ഒരു വഴി ഓർത്തു വെച്ചു. മറന്നു പോകാൻ അനീതിയുള്ള ദൈവമല്ല. അപ്പം തന്നെ ഒരു കുഴപ്പമുണ്ട്, പാപവും കുറവും എല്ലാം മറക്കുന്നു. അത് വരുമ്പോൾ തമ്പുരാന് മറവിയുടെ രോഗം, പക്ഷേ നന്മയ്ക്കായിട്ട് ഓർക്കുന്ന ദൈവം. കണ്ണുകളടച്ചൊന്ന് ധ്യാനിച്ചേ. ഈ രാത്രി ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തി. മാറിയിടും മനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറിയിടും മനുജരൽ മറന്നിടും. ഓ മാറ്റമില്ല വാഴുന്നു ഇന്നുമേനിക്ക. മാറ്റമില്ലാത്തവനിൻ മാനുവേ, മഹിമയിൽ വാഴും ഇന്നുമേനിക്കാളെ. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അവരെല്ലാം മറക്കുമെന്നുള്ളതാ. പക്ഷേ നീ ചെലവിട്ടതും ചെലവായിപ്പോയതും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതും ഒന്നും മറക്കാത്തൊരു ദൈവമുണ്ടെന്ന് നീ എന്നെ ഓർക്കണമേ. കള്ളനൊന്നും ഓർക്കാനില്ലെങ്കിലും നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നു, നന്മയ്ക്കായിട്ടൊന്ന് ഓർക്കണേ. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. വീണ്ടും മറക്കുന്നില്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് താപ്പോട്ട് നോക്കുന്നു. 33 വയസ്സുള്ളൊരു മോൻ മരിക്കുമ്പോൾ ചങ്കിലൂടെ വാള് കയറി ഒരമ്മ പെടഞ്ഞു നിപ്പുണ്ട്. ആരവരെ ഓർക്കാൻ കുറെ പാവ സ്ത്രീകളെ പടയാളികൾ നോക്കൂ. ഈ പാവ സ്ത്രീകളെ പടയാളികൾ നോക്കുവോ, പരീശന്മാർ നോക്കുവോ? പക്ഷേ പ്രസവത്തിന് കല്യാണത്തിന് മുമ്പ് ഗർഭിണിയാകും ദൂതം പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഒരമ്മ പെടഞ്ഞു മരിക്കുന്ന മകൻ്റെ കാഴ്ച കാണുകയാണ്. ചെല്ലെങ്കിലും ഓർക്കും, ഇവൻ പോയാൽ പിന്നെ എനിക്കാരാ. പക്ഷേ അവിടെയും ക്രൂശിലൊരു കരുതൽ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ആരും ഓർക്കാത്തവരെ അമ്മയെ ഓർത്തൊരു കർത്താവ്. ഈ മോൻ പോയാൽ പിന്നെ ആരവരെ നോക്കും? പലരുടെയും ചിന്ത അതാ, എന്നെ ഇനി ആര് കരുതും? ആര് കരുതും? എനിക്കാരാ ഉള്ളത്? പക്ഷെ ആരുമില്ല ഈ സ്ത്രീക്ക്. പിന്നെ അവരെ ആരാ നോക്കുക? പരിശുദ്ധാത്മാവിലാണെങ്കിലും തൻ്റെ പൊക്കിൾക്കൊടി അറുത്ത് വന്ന മോനെ മരിക്കുക 33 വയസ്സിൽ. ഈ സ്ത്രീയെ ഇനി ആര് നോക്കും? അവളെയും ആ വേദനയിൽ ഓർത്ത ഒരു കർത്താവ്. സ്ത്രീയെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്നരുളിയ കരുണാനിധേ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ, എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താം ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമൻ ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും
പടുകില്ലെന്നരുളിയ കരുണാനിധി. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെന്ന് എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ പ്രതികൂലമായിടുന്ന കൊടുങ്കാറ്റുകൾ ശക്തിയായ നേരെ അടിച്ചുയർന്നിടുമ്പോൾ മറച്ചു കൊള്ളേണമേ നിൻ ചിറകിൻ കീഴനൂദീന മറച്ചു കൊള്ളേണമേ നിൻ ചിറകിൻ കീഴനൂദീനം വഹിച്ചുകൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. വഹിച്ചു കൊള്ളുമല്ലോ നിൻ തിരുക്കരത്താൽ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധി. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ കാരം പീഡിച്ചാനുദീനം മരുഭൂവിൽ നടത്താമെന്ന് ഉരച്ചവനൊരു നാളും മറക്കുകയില്ല. എൻ്റെ പ്രിയരെ, ആ അമ്മയും ഓർക്കുക. ഒരു പക്ഷേ ക്രൂശിൽ നിൽക്കുന്ന ചുവട്ടി നിൽക്കുന്ന കുറേ സ്ത്രീകളെ ആരെ ഓർക്കാൻ? ഈ അമ്മയെ ആരെ ഓർക്കാനാ? തീവ്രവേദനയിലും അവളെ ഓർത്ത ഒരു കർത്താവ് സ്ത്രീയെ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഈ കിടക്കുന്നത് ആ സ്ത്രീയുടെ സന്തതിയാണ്. വില കുറഞ്ഞതും വിളിച്ചതൊന്നും അല്ല. 2 വട്ടമേ പുതിയ നിയമത്തിൽ സ്ത്രീ എന്ന് വിളിക്കുന്നുള്ളൂ. 1 കാനാവി വെച്ച, 2 ഇവിടെ വെച്ച. പക്ഷെ ഉൽപ്പത്തി പുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നുണ്ട്. ഈ കിടക്കുന്ന സ്ത്രീയുടെ സന്തതിയാണ്. ആ സ്ത്രീയുടെ സന്തതി ഓർക്കുക അമ്മയെ. ക്രൂശിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഓർക്കേണ്ടവരെ എല്ലാം ഓർക്കണം. കർത്താവ് ഓർക്കുക മാത്രമല്ല, നാം ഓർക്കേണ്ടവരെ ഓർക്കണം. അതുകൊണ്ടാണ് എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ അഭ്യസിപ്പിച്ചവരെ എന്ത് ചെയ്യണം? ഓർക്കണം. മറക്കരുതെന്നുള്ള ക്രൂശിൻ്റെ വചനം. ഓർക്കേണ്ടവരെല്ലാം എന്ത് ചെയ്തു കൊള്ളണം? ഓർക്കണം. ക്രൂശിൻ്റെ വചന. അടുത്ത ക്രൂശിൻ്റെ വചനം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ട്. എലോഹി എലോഹി ലമ്മാ ശബക്താനി. സംഗീതത്തിനെ ആവർത്തിക്കുക, എലോഹി എലോഹി ലമ്മാ ശബക്താനി. എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ട്. അവിടെ ക്രൂശ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനും ഒരു നിമിഷം ചിന്തിച്ചു പോയി, കൈവിടപ്പെട്ടു പോയെന്ന് ചിന്തിക്കാത്ത, ആരുമില്ലെന്ന് ചിന്തിക്കാത്ത ഒറ്റ മനുഷ്യൻ ഈ ഭൂമിയിലില്ല. വീട്ടില് ഇന്നലെ വരെ ഉണ്ടായ അംഗീകാരവും സ്നേഹവാത്സല്യവും നിഷേധിക്കപ്പെടുമെന്ന് ഓർത്തത് കൊണ്ട് മാത്രമാണ് പരീക്ഷ തോറ്റ മോൻ ആത്മഹത്യ ചെയ്യുന്നത്. അവരെന്നെ എങ്ങനെ ചിന്തിക്കും? പ്രേമിച്ച പെൺകുട്ടി വീട്ടുകാരൊക്കെ എതിർത്തിട്ട് ഇറങ്ങിപ്പോയപ്പോൾ അവളെ ഉപേക്ഷിച്ചപ്പോൾ ഒറ്റ വഴി മരിക്കുക. ഉപേക്ഷണം എല്ലാവരെയും തകർക്കും. പക്ഷേ ഉപേക്ഷണം എല്ലാവരെയും തകർക്കും. സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട എത്രയോ പേരുണ്ട്. ഭർത്താവ് മറ്റൊരു ഭാര്യയോടുകൂടെ പോയി, അവനിപ്പോൾ അവളെ വേണ്ട. നമ്മളിപ്പോൾ അവളോട് എന്താ പറയുക? ആകുന്ന അവളെ പിടിച്ചു നിൽക്കുക. എന്നിട്ടും ഭർത്താവിന് വേറെ സ്ത്രീ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും
പിള്ളേരെ ഓർത്ത് ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ കിടക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. കാരണം ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പിള്ളേർക്കാരാ ഉള്ളേ. അവനോടുള്ള സ്നേഹനിമിത്തം അവൻ വേറൊരുത്തൻ്റെ കൂടെ പൊറുക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഇറങ്ങാതെ കിടക്കുക. അവളെ കൈവിടാൻ ഒരു പക്ഷേ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്ക് പോലും വലിയ താല്പര്യമൊന്നും കാണത്തില്ല. ഭർത്താവിന് വേണ്ടാത്തവളെ അവർക്ക് വേണം. പക്ഷേ എല്ലാവരും കൈവിടപ്പെട്ടവരെയും ആശ്രയിക്കാൻ ഒക്കുന്ന ഒരാളുണ്ട്. കൈവിടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചവൻ പറയും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. കാരണം ഒരു നിമിഷം അവിടുന്ന് ഓർത്തു, ഞാനും കൈവിടപ്പെട്ടു, ഞാനും കൈവിടപ്പെട്ടു. കൈവിടപ്പെട്ടു പോയ മനുഷ്യനുള്ള ഉത്തരം, ഞാൻ നിന്നെ കൈവിടത്തില്ല. അതാണ് ക്രൂശിന്റെ വചനം. കൈവിടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചത് കൊണ്ട്, ദിഗംബരം പൊട്ടുമാരും നിലവിളിച്ചത് കൊണ്ട് അവിടുന്ന് തന്നെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. എന്തുകൊണ്ട് ആ വാക്കുകൾക്ക് പ്രസക്തി? കൈവിടപ്പെട്ടു പോയെന്ന്. കൈവിടപ്പെട്ടവനായതുകൊണ്ട് കണ്ണുകളെല്ലാം അടച്ച് അവൻ നമ്മെ കൈവിടത്തില്ല. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാട് വേദനയെ. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പിടഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ അവൻ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടിയില്ല. അപ്പോൾ അവൻ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവിടുകില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോ, ആലംബമില്ലാതലഞ്ഞപ്പോ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഞാൻ കൈവിടപ്പെട്ടോ കർത്താവേ? ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ക്രൂശിൻ്റെ അടുത്തോട്ട് എല്ലാവരും നിരുപാധികം ഒന്നടുത്ത് വന്നേ. ഈ 2 ദിവസത്തെ ഇവിടെ കൊണ്ട് ഞാനന്ന് അർത്ഥവിരാമം കുറിക്കുക. ക്രൂശിൻ്റെ വചനങ്ങൾ തീർന്നില്ലെങ്കിലും ഒത്തിരി രാത്രിയാകുന്നത് ശരിയല്ലല്ലോ. ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവരുണ്ട്. ഒരു നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച് ആ ക്ഷമയുടെ ലോകത്തേക്ക് ഇനി നമ്മൾ നടക്കാൻ എന്ത് ദൂരമുണ്ട്. ക്രൂശിതിൽ ലളിതമായൊരു പ്രാർത്ഥന. ഓർക്കാനൊന്നുമില്ലെങ്കിലും എന്നെ കൂടെ ഒന്ന് ഓർത്തോണേ. പാപത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് എല്ലാം മറക്കും. നമ്മുടെ പാപങ്ങളെല്ലാം മറക്കും. നമ്മുടെ കുറവുകളെല്ലാം മറന്നുപോകും. അത് വരുമ്പോൾ കർത്താവിന് മറവി. പക്ഷെ എന്തെങ്കിലും ഒന്ന് ഓർക്കാനുണ്ടോ? ഓർക്കും. മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. എന്നെ ഓർക്കണേ. മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ. താഴെ സ്ത്രീ നിൽക്കുക. അമ്മ
മറക്കരുതെന്ന് പഠിപ്പിച്ചു ക്രൂശ്. മനുഷ്യരായ മനുഷ്യരൊക്കെ മറന്നു പോകുന്നു, പലരെയും ഓർക്കേണ്ടവരെ ആരെയും മറക്കരുതെന്ന് പഠിപ്പിച്ചത് ക്രൂശ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. കൈവിടപ്പെട്ടു പോയ മനുഷ്യനോട് പറയുന്നു ക്രൂശ്, ഞാനും കൈവിടപ്പെട്ടു. ഒരു നിമിഷം ഞാനും അത് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും. നിന്നോട് ഞാൻ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ജന്മം മുതൽ കൈവിടപ്പെട്ടവനാ. ഉദരത്തിൽ കിടക്കുമ്പോഴാണ് അപ്പം പറയുന്നത് അമ്മയെ ഉപേക്ഷിക്കണം. ജനിച്ചു കഴിഞ്ഞപ്പോൾ അഭയാർത്ഥി, പിന്നെ വന്നപ്പോൾ കാഠിന്യമേറിയ ജോലി, മരപ്പണി. പിന്നെ 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റ് കഴിഞ്ഞ് ശിഷ്യരെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ കൂടെയുണ്ട്. പക്ഷെ ക്രൂശ് അങ്ങ് ദൂരെ ഇരുന്നപ്പം ശിഷ്യരെല്ലാം ചുറ്റും. ക്രൂശ് അടുത്ത് വരുമ്പോൾ ഓരോരുത്തരും മാറാൻ തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഏറ്റവും സ്നേഹിച്ചവൻ പറയുന്നു, അവനെ എനിക്കറിയില്ല പത്രോസ. എന്നിട്ടും അവനെ തന്നെ താക്കോലേൽപ്പിച്ചു. ഒടുവിൽ പിതാവും മുഖം തിരിച്ചു, സ്വന്തം തോളിൽ തല ചായിച്ചു. ആ കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ മറക്കില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തി. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് അടുത്ത് വരികയാണ്. ക്രൂശ് നടക്കുന്ന ഭയങ്കര കൈമാറ്റമാണ്. ക്രൂശ് നടക്കുന്ന ഭയങ്കര കൈമാറ്റമാണ്. നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് മായ്ച്ച് ക്രൂശിൽ തറയ്ക്കും, നടുവിൽ നിന്ന് നീക്കും. രോഗിക്ക് അവിടെ സൗഖ്യം, പാപിക്ക് അവിടെ ക്ഷമ, ശാപത്തിന് പകരം അനുഗ്രഹം. ഈ രാത്രി ക്രൂശിൻ്റെ ചുവട്ടിൽ സൗഖ്യമുണ്ട്, ക്രൂശിൻ്റെ ചുവട്ടിൽ വിടുതലുണ്ട്, ക്രൂശിൻ്റെ അടുക്കൽ സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. കർത്താവേ, ഇന്ന് രാത്രി ക്രൂശ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. എന്തിന്? ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മൾ വിടുവിക്കുവാൻ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളായി നമുക്ക് വരേണ്ടതിന്. ക്രൂശ് കൈമാറ്റത്തിൻ്റെ സ്ഥലമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഇവനൊരു യാത്രയ്ക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് വരികയാണ്, ദൂരെ നിന്നാ. അപ്പോൾ എൻ്റെ കയ്യിൽ റിസർവേഷൻ ടിക്കറ്റുണ്ട്. പക്ഷെ ഞാൻ വന്ന ഓട്ടോറിക്ഷ ട്രാഫിക് ബ്ലോക്ക് മൂലം ലേറ്റായി. ഞാൻ വരുമ്പോൾ ലാസ്റ്റ് ബ്ലോക്കിൽ നീങ്ങുക, വല്ലാത്തൊരു ശൂന്യത. പിന്നെ എനിക്ക് അവിടുന്ന് യാത്ര ചെയ്യണം, പിന്നെ ട്രെയിനില്ല, പിന്നെ ബസ് പിടിക്കണം, റിസർവേഷൻ ഇല്ല. പക്ഷേ ഞാൻ ആ ട്രെയിനിൽ നിന്ന് കയറാനൊക്കാതെ ബസ്സിൽ കയറി. അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാനൊരു ട്രാക്ടർ അടിക്കുക. ആ ട്രാക്ടർ ഇതായിരുന്നു, വമ്പിച്ച എക്സ്ചേഞ്ച് മേള. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഓർമ്മയുണ്ട്. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താൽ നമുക്ക് വേണ്ടത് കിട്ടും. ചേന കൊടുത്താൽ വഴുതനങ്ങ കിട്ടും, വഴുതനങ്ങ കൊടുത്താൽ കപ്പ കിട്ടും. നമുക്കുള്ളത് കൊടുത്ത് വേണ്ടത് മേടിക്കുന്നതിൻ്റെ പേരായിരുന്നു എന്ത്? ബാർട്ടർ. ആദ്യത്തെ എക്സ്ചേഞ്ചാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം പഴയ കശവുണ്ടെങ്കിൽ, പഴയ കശവുണ്ടോ? ഓർമ്മയുണ്ടോ? പഴയ കശവ്. പിന്നെ കുറച്ച് പേര് വന്നു പഴയ അലുമിനിയം പാത്രം മേടിക്കും, ചളുക്കും, തൂക്കും, പൈസ തരും, അല്ലെങ്കിൽ പുതിയ പാത്രം തരും. പിന്നെ പഴയ പ്ലാസ്റ്റിക്, അതൊക്കെ ഒരു എക്സ്ചേഞ്ച്. കാലം മുമ്പോട്ട് പോയപ്പം പഴയ മിക്സി കൊടുത്താൽ പുതിയ മിക്സി, പൈസ കൊടുക്കും, അല്ല ലോൺ കിട്ടിയാൽ മതി. പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ പുതിയ ഫ്രിഡ്ജ്, പഴയ ടി വി കൊടുത്താൽ പുതിയ ടി വി. പക്ഷെ പഴയ മനുഷ്യനെ കൊണ്ട് കൊടുത്താൽ പുതിയ മനുഷ്യനാക്കി തരുന്ന ഒരിടമുണ്ട്, കാൽവറിയ. കാൽവറിയ, അവിടെ സൗഖ്യമുണ്ട്. സന്തോഷത്തോടെ പറയട്ടെ, മെയ് മാസം അവസാനം കഴിഞ്ഞ് ജൂണിലെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചില്ല ഒരിക്കൽ പോലും എനിക്ക് നിന്നുകൊണ്ട് പ്രസംഗിക്കാം. കൂടെ ബ്ലസ്സി പറയും, അഹങ്കാര, ഇരുന്ന് സുഖിച്ചു പോയതാ, എഴുന്നേറ്റിരിക്കാൻ മടിയായതാ. മടിയല്ലെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അവിടെ എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഇരുന്നുകൊണ്ട് കാണണ്ട. സ്നേഹമുള്ള ഒത്തിരി പേര് വന്ന് പറഞ്ഞു, പ്രിൻസിപ്പാൾ ഇരുന്നുകൊണ്ട് കാണാൻ ഇഷ്ടമില്ല, ചങ്ക് പൊട്ടുക. കടക്കിലെ സഹിച്ചാൽ എന്നെ വിളിച്ച് വലിയ വായി കരഞ്ഞു. ആരോ പറഞ്ഞു അവൻ ഇരുന്നുകൊണ്ടാണ് വന്നത്, പിടിച്ചാ കയറ്റിയത്. അങ്ങനെ എത്ര പേർ. പക്ഷെ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊന്നറിയാം, ക്രൂശിൽ നിന്നൊഴുകുന്നൊരു സൗഖ്യമുണ്ട്. അടിപ്പിണരുകളാലുള്ള സൗഖ്യം,
അടിപ്പിണരുകളാലുള്ള സൗഖ്യം. ഇന്ന് രാത്രി കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. തകർന്നവനെ പണിയാൻ, മുറിഞ്ഞവൻ്റെ മുറിവ് കെട്ടാൻ, ഓർക്കാൻ ആരുമില്ലാത്തവർക്ക് ഞാൻ നിന്നെ ഓർക്കുന്നുണ്ടെന്നുള്ള സന്ദേശം തരാൻ യേശു വന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ആരും ഒരു പക്ഷേ ഞാനീ പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ബാധകമാണോന്നറിയത്തില്ല, പക്ഷെ ഓർക്കാൻ ആരുമില്ലാത്തവർക്ക് അത് ബാധകമാണ്. ഓർക്കാൻ ആരുമില്ലാത്തവർക്ക് ബാധകമാണ്. ക്രൂശിൻ്റെ ചവിട്ടി നിൽക്കുന്ന സ്ത്രീക്കത് ബാധക. ഇനി എന്നെ ആരാ? ഞാനും അവിടെ കിടന്നോണ്ട് ഓർത്തു, ഇനി ഞാൻ കിടന്ന ആരോടും? ഞാൻ കിടന്നു പോയ ആരോടും ഇപ്പം? ഓർക്കണേ കർത്താവേ, ഓർക്കണേ. ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളെ ഓർക്കുന്ന ദൈവമുണ്ട്. രാത്രി മറക്കാത്തൊരു കർത്താവ്, ഓർമ്മയുടെ പുസ്തകമുള്ളൊരു ദൈവമുണ്ട്. കൈവിടാത്തൊരു കർത്താവുണ്ട്. കാരണം അവിടുന്ന് കൈവിടപ്പെട്ടു പോയത് കൊണ്ട് നിന്നെ കൈവിടാൻ കഴിയില്ല. പിതാവേ, ഞങ്ങളുടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിലേക്കും ക്രൂശിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു.